ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ CMA ഇൻ്ററിൻ്റെ എക്സാമൊക്കെ ആയി. എക്സാമൊക്കെ തുടങ്ങി. ഇപ്പം നാളെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന ഒരു ലാസ്റ്റ് മൂമെൻ്റ്, ഒരു ക്വിക്ക് റിവിഷൻ പ്ലസ് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ജനറൽ അവയർനെസ് തരാനും ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. സോ പേപ്പർ 6 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്കറിയാം. ടോട്ടൽ നമുക്ക് 9 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസ്, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ്, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പിന്നെ റെക്ടിഫിക്കേഷൻ, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഇങ്ങനെ ഒരു ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം കൂടെ കവർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ്സ്. ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് എക്സാമിന് ഒരു 15 മാർക്സ് ആണ്. സ്റ്റഡി വോളിയം അനുസരിച്ചൊരു എക്സാമിന് നോർമൽ ഒരു 15 to 20 മാർക്സ് വെയിറ്റേജ് വരുന്നൊരു ചാപ്റ്റർ അത്. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെൻറ്റ് ഓർ ജോയിൻറ്റ് വെഞ്ചർ 10 മാർക്സ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു 20 മാർക്സ് ആണ് അതിൻ്റെ വെയിറ്റേജ്. അതിനകത്ത് 3 ഏരിയ പഠിക്കാനുണ്ട്. ഒന്ന് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ട്രേഡിംഗ്, P&L, ബാലൻസ് ഷീറ്റ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, റിസീപ്റ്റ്സ്, പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ്. പിന്നെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് നിന്ന് എങ്ങനെ കംപ്ലീറ്റ് ആക്കി അതിൻ്റെ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വെയിറ്റേജ് ഒരു 20 മാർക്സ്. പിന്നെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്, ഏറ്റവും വലിയ ചാപ്റ്ററുകളിൽ ഒന്നാണ് പാർട്ട്ണർഷിപ്പ്. പക്ഷേ ഒരു 20% വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ ആണത്. പിന്നെ അടുത്ത സെഷൻ എന്ന് പറയുമ്പോൾ ലീസിൻ്റെ അക്കൗണ്ടിങ്, ദെൻ ബ്രാഞ്ച്, ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഷുറൻസ് ക്ലെയിം, ലോസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ലോസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. ടോട്ടൽ ഒരു 15% വെയിറ്റേജ് ആണ് അത്രയും ടോപ്പിക്കുകൾക്ക് വരുന്നത്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒരു 20% വെയിറ്റേജ്. ഇത് ഇതേപടി ചോദിക്കണമെന്നില്ല കേട്ടോ, ഞാനൊരു ജനറൽ സ്റ്റഡി മെറ്റീരിയൽ ഇട്ടിരിക്കുന്ന ഒരു വെയിറ്റേജ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നേരെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ക്വിക്കായിട്ടൊരു ക്വിക്ക് റിവിഷൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? അക്കൗണ്ടിങ്ങിൻ്റെ ഫ്രെയിം വർക്ക്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്, കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് ഉണ്ട്, ലീഗൽ ആയിട്ടുള്ള കുറേ ഫ്രെയിം വർക്കുകളുണ്ട്. അതായത് ലീഗൽ കുറച്ച് ലോസ് ഒക്കെ കംപ്ലൈ ചെയ്ത് വേണം അക്കൗണ്ടിങ് ചെയ്യാൻ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അക്കൗണ്ടിങ്ങിന് കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്, പിന്നെ ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗൈഡൻസ്, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന കുറേ ഗൈഡ് ലൈൻസസ് ഉണ്ട്. പിന്നെ റെഗുലേറ്ററി അതോറിറ്റി, ഇവർ ബാങ്ക് ആണെങ്കിൽ RBI, ഇൻഷുറൻസ് ആണെങ്കിൽ IRDA. അപ്പോൾ ഇവരുടെയൊക്കെ റെഗുലേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ കംപ്ലൈ ചെയ്ത് വേണം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാൻ. അപ്പോൾ 4 ഫ്രെയിം വർക്ക് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? കൺസെപ്ച്വൽ, ലീഗൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, റെഗുലേറ്ററി. ഇനി അക്കൗണ്ടിങ്ങിലെ കുറേ പ്രിൻസിപ്പിൾസ്, കൺവെൻഷൻസ്, കൺസെപ്റ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഗോയിങ് കൺസൈൻ കൺസെപ്റ്റ്, എന്താ പറയുന്നത്? ബിസിനസ് ഒരിക്കലും നാളെ പൂട്ടാൻ വേണ്ടിയല്ല തുടങ്ങിയേക്കുന്നില്ല, കുറേ നാൾ കണ്ടിന്യൂ ചെയ്ത് പോകും. ആ ഒരു അസംഷനിലാണ് നമ്മൾ ഫിനാൻഷ്യൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. മണി മെഷർമെൻറ്റ് അല്ല, മണി വാല്യൂവിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. എൻറ്റിറ്റി കൺസെപ്റ്റ്, ബിസിനസ് വേറെ, ഓണർ വേറെ, ഇങ്ങനെ കുറേ കൺസെപ്റ്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയർ? പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ റിസിപ്റ്റ്, ക്യാപിറ്റൽ റിസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻഡിച്ചർ നടത്തി, പക്ഷേ അതിൽ നിന്ന് ലോങ് ടൈം ബെനിഫിറ്റ്, കുറേ വർഷങ്ങളിലേക്ക് ബെനിഫിറ്റ് കിട്ടും എന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എടുത്തിരിക്കാം. ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന എക്സ്പെൻഡിച്ചറുകൾ, അതായത് വിത്തിൻ 1 ഇയർ തന്നെ ബെനിഫിറ്റ് തീരും. അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. പൊതുവെ പറഞ്ഞ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ P&L ട്രീറ്റ് ചെയ്യേണ്ട എക്സ്പെൻഡിച്ചറൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ. ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഫിക്സഡ് അസറ്റ്സ് മേടിച്ചു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സാലറി കൊടുത്തു, റെൻറ്റ് കൊടുത്തു, ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്ലിയർ? മോർ ദാൻ 1 ഇയർ നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വിത്തിൻ ദ ഇയർ തന്നെ ബെനിഫിറ്റ് തീരുന്ന രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ. ദെൻ റവന്യൂ റിസിപ്റ്റ്, ക്യാപിറ്റൽ റിസിപ്റ്റ്. റവന്യൂ റിസിപ്റ്റ്സ് നമുക്കൊരു ഇൻകം എന്ന രീതിയിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്ന റിസിപ്റ്റുകളെ, നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കിട്ടുന്ന ഇൻകം എന്ന രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന റിസിപ്റ്റുകളൊക്കെ റവന്യൂ റിസിപ്റ്റ്സ്. അതല്ലാത്ത റിസിപ്റ്റുകളെല്ലാം നമുക്ക് എന്തെന്ന് പിടിക്കാം? ക്യാപിറ്റൽ റിസിപ്റ്റ്സ്. പിന്നെ അക്കൗണ്ടിങ് സൈക്കിൾ. അക്കൗണ്ടിങ്ങിൻ്റെ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താ? ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഈ ഒരു പ്രോസസ്സ്. അല്ലെങ്കിൽ ജേണലിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ബുക്കുകളാണ് ഇത് സബ്സിഡറി ബുക്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. പിന്നെ ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മളൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ജേണലാണെങ്കിൽ 2 ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്, ഒരു വാക്കല്ല 2 ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 ആസ്പെക്ട്സ് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ഡബിൾ എൻട്രി സിസ്റ്റം. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ജേണലിൻ്റെ പ്രിപ്പറേഷൻ, ഡേറ്റ് പർട്ടിക്കുലർ ജേണൽ, അതിന് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാ? ഇനി ട്രഡീഷണലിലേക്ക് പോയി കഴിഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട്, ഡെബിറ്റ് ദ റിസീവർ, credit the giver, real debit what comes in, credit what goes out, nominal debit all expense and losses, credit all incomes and gains, rules. Then മോഡേണിലേക്ക് പോയി കഴിഞ്ഞാൽ അസറ്റ് കൂടിയ ഡെബിറ്റ്, കുറഞ്ഞ ക്രെഡിറ്റ്, ലയബിലിറ്റി കൂടിയ ക്രെഡിറ്റ്, കുറഞ്ഞ ഡെബിറ്റ്. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആസ്പെക്ട്സ് ഇപ്പോൾ ജേണലിൽ എഴുതുമ്പം ആദ്യം എഴുതേണ്ടത് ഡെബിറ്റ്, രണ്ടാമത് എഴുതേണ്ടത് ക്രെഡിറ്റ്, ഇതൊക്കെ തീരുമാനിക്കാനുള്ള റൂൾസ് ഉണ്ട്. പിന്നെ ജേണലിന് പകരം നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ബുക്കിലാണ് സബ്സിഡറി ബുക്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ബിൽസ് റിസീവബിൾ, ബിൽസ് പേബിൾ, ജേണൽ പ്രോപ്പർ.
ദെൻ പിന്നെ ജേണലിൻ്റെ പ്രിപ്പറേഷൻ, ദെൻ ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷൻ, സിംഗിൾ കോളം, ഡബിൾ കോളം, ട്രിപ്പിൾ കോളം, പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പറേഷൻസ്, പിന്നെ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അത് അതിനകത്ത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് ഈ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മളിത് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസും ബാങ്കിലെ പാസ്ബുക്കിൻ്റെ ബാലൻസും രണ്ട് എമൗണ്ട് ആണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസിൽ തുടങ്ങി അത് പാസ്ബുക്കിൻ്റെ ബാലൻസിലെത്തിക്കണം. ഇനി പാസ്ബുക്കിൻ്റെ ബാലൻസിൽ തുടങ്ങാം, പക്ഷേ അതിൽ തുടങ്ങിയാൽ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിലെത്തണം. ഏതിൽ വേണമെങ്കിലും ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇനിയും ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് കിട്ടുമ്പോഴായിരിക്കും ഒരു ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് അലോ ചെയ്തിട്ടുണ്ട്, ബാങ്ക് ഒരു ചാർജസ് പിടിച്ചിട്ടുണ്ട്, ബാങ്കിലേക്ക് ഒരു ഡയറക്റ്റ് ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് ഒരു ഡയറക്റ്റ് പേയ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ബാങ്ക് പാസ്ബുക്ക് നോക്കി ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ള സാധനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ ക്യാഷ് ബുക്കിന് പറയുന്ന പേരാണ് അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ അമെൻഡഡ് ക്യാഷ് ബുക്ക്. ഈ അമെൻഡഡ് ക്യാഷ് ബുക്കിലെ ബാലൻസ് വേണം നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽസൊക്കെ റെക്കോർഡ് ചെയ്യാൻ. അങ്ങനെ ഒരു അമെൻഡഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് BRS പ്രിപ്പയർ ചെയ്യാം. രണ്ടും അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രയൽ ബാലൻസിൽ അസറ്റ്സും എക്സ്പെൻസസ് ഒക്കെ ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ. ലയബിലിറ്റി ക്യാപിറ്റൽ ഇൻകം ക്രെഡിറ്റ് സൈഡിൽ വരും. പിന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, പിന്നെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് കഴിയുമ്പോൾ ബാലൻസ് ഷീറ്റ് വരുന്ന എഫക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ. ഡിപ്രീസിയേഷൻ എൻട്രി ചെയ്യുന്ന ഒരു അസറ്റിന് ഡിപ്രീസിയേഷൻ വരുമ്പോൾ എൻട്രി നോർമൽ ഡിപ്രീസിയേഷൻ ആണ്, ഡിപ്രീസിയേഷൻ ടു അസറ്റ്, എന്നിട്ട് ഡിപ്രീസിയേഷൻ ചെയ്യാനിലേക്ക് റേറ്റ് ഓഫ് ചെയ്യണം. ഇനി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണെങ്കിലോ ഒന്നെങ്കിൽ എൻട്രി ഡിപ്രീസിയേഷൻ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പിന്നെ ആ ഡിപ്രീസിയേഷൻ ചെയ്യാനിലേക്ക് റേറ്റ് ഓഫ് ചെയ്യണം. അപ്പം P&L അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ. ഇങ്ങനെ 2 എൻട്രിക്ക് പകരം P&L അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒറ്റ എൻട്രി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ ഡിപ്രീസിയേഷൻ ടു അസറ്റ്, ദെൻ P&L ടു ഡിപ്രീസിയേഷൻ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ടു അസറ്റിൽ നിന്ന് കുറയ്ക്കുന്നതിന് പകരം അത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് അക്കൗണ്ടിൽ മാനേജ് ചെയ്യും. എന്നിട്ടോ ഈ ഡിപ്രീസിയേഷൻ എന്നിട്ട് P&L ക്ലോസ് ചെയ്യണം. P&L അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് നോർമൽ ഡിപ്രീസിയേഷൻ അസറ്റിൻ്റെ വാല്യൂ അപ്പോൾ തന്നെ അത്രയും കുറയും. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ് അസറ്റിൻ്റെ വാല്യൂ എപ്പോഴും മേടിച്ച വില തന്നെ നിൽക്കും. ഡിപ്രീസിയേഷനും അത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യും. ഇനി അസറ്റ് വിൽക്കാറാവുമ്പോൾ എന്ത് ചെയ്യണം? അസറ്റ് വിൽക്കുമ്പോൾ എൻട്രി എന്തായിരിക്കും? അസറ്റ് വിൽക്കുമ്പോൾ അന്ന് വരെയുള്ള ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം വിൽക്കാൻ. വിൽക്കുന്ന സമയത്തോ നോർമൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു അസറ്റ്. എന്നിട്ട് ലാഭമാണെന്ന് നഷ്ടമാണെങ്കിലോ അത് P&L മാറ്റണം. അപ്പോൾ ലാഭമാണെങ്കിൽ അസറ്റ് അത്രയും കൂടിയ വിലയ്ക്ക് വിറ്റു, അസറ്റ് അക്കൗണ്ട് ടു P&L. നഷ്ടമാണെങ്കിൽ P&L അക്കൗണ്ട് ടു അസറ്റ്. ഇനി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അസറ്റ് എപ്പോഴും മേടിച്ച വിലയിലാണ് നിൽക്കുന്നത്, ഇപ്പോഴും മേടിച്ച വില. അതിൻ്റെ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടില്ല. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അത് നമ്മൾ ആദ്യം അസറ്റ് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഒരു എൻട്രി എഴുതണം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കുറയണം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ടു അസറ്റ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂയിലേക്ക് ഇതുവരെയുള്ള ടോട്ടൽ പ്രൊവിഷൻ അഡ്ജസ്റ്റ് ആവും. എന്നിട്ട് അസറ്റ് വിൽക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു അസറ്റ്. എന്നിട്ട് ലാഭം നഷ്ടം. ലാഭമാണെങ്കിൽ അസറ്റ് ടു P&L, നഷ്ടമാണെങ്കിൽ P&L ടു അസറ്റ്. ഞാൻ ക്വിക്ക് റിവിഷൻ ഉദ്ദേശിക്കുന്ന കേട്ടോ, നോട്ട്സിലേക്ക് ഒന്നും പോകുന്നില്ല. ദെൻ ചിലപ്പോൾ നമ്മൾ അസറ്റ് വിൽക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഡിസ്പോസൽ ഓഫ് അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സെയിൽ ഓഫ് അസറ്റ് അക്കൗണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യണം? അസറ്റിൻ്റെ കോസ്റ്റ് ഇപ്പോൾ 1 ലക്ഷം രൂപ കോസ്റ്റുള്ള അസറ്റ് വിറ്റു, 60,000 അതിന് ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ. അപ്പോൾ 1 ലക്ഷം രൂപയാണ് ഇപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കിടക്കുന്നത്. അത് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ എൻട്രി അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ടു അസറ്റ്. അപ്പോൾ അസറ്റ് 1 lakh കുറഞ്ഞു. ഇനി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അതിന് 60,000 ഉണ്ട് വിറ്റ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ, അത് ക്ലോസ് ചെയ്യണം. എൻട്രി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു അസറ്റ് ഡിസ്പോസൽ. അപ്പോൾ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിൽ അസറ്റിൻ്റെ കോസ്റ്റും അതിൻ്റെ ഡിപ്രീസിയേഷൻ വന്നു. ഇനി അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ അസറ്റ് ഡിസ്പോസലിൽ കാണിക്കുക. ബാങ്ക് അക്കൗണ്ട് ടു അസറ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ ഡിസ്പോസൽ ഓഫ് അസറ്റ്. ബാങ്ക് അക്കൗണ്ട് ടു അസറ്റ് ഡിസ്പോസൽ. എന്നിട്ട് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലോ ലാഭമാണെങ്കിൽ അസറ്റ് ഡിസ്പോസൽ ടു P&L, അത് P&L ക്രെഡിറ്റ് സൈഡിൽ വരണം. നഷ്ടമാണെങ്കിലോ P&L അക്കൗണ്ട് ടു അസറ്റ് ഡിസ്പോസൽ. ഇങ്ങനെയും വരുന്നുണ്ട്. പിന്നെ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലോ ടെക്സ്റ്റിലെ പഴയ 1-2 പ്രോബ്ലംസ് മാറ്റിയിട്ടുണ്ട്, അത് തെറ്റായിരുന്നു. മെത്തേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലോ സപ്പോസ് എൻ്റെ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആയിരുന്നു. 10% സ്ട്രേറ്റ് ലൈനിലാണ് ഞാൻ 2 വർഷമായിട്ട് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ 1 lakhൻ്റെ 10%, 10,000. സെക്കൻഡ് ഇയറിൽ 1 lakhൻ്റെ 10%, 10,000. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ കഴിഞ്ഞുള്ള വാല്യൂ ഇപ്പോൾ 80,000 ഉണ്ട്. ഇനി അങ്ങോട്ട് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഈ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു 15%. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി ബാലൻസ് ഉള്ള 80,000 ഇനി അങ്ങോട്ട് 15% വെച്ച് ഡിപ്രീസിയേഷൻ ചെയ്യണം. റെട്രോസ്പെക്റ്റീവ് കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 80,000 × 15%. അപ്പോൾ ഇനി തൊട്ട് 12,000 ഈ വർഷം 12,000 വരും. എന്നിട്ട് അത് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിന് അടുത്ത വർഷം ഡിപ്രീസിയേഷൻ. സോ ഇനി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. പിന്നെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിലോ അതെന്ത് ചെയ്യണം? എവിടെയൊക്കെ വരണം? ട്രേഡിങ്ങിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിലോ അത് എക്സ്പെൻസിലൂടെ ആഡ് ചെയ്യണം, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പോൾ ഒരു എൻട്രി എന്ത് വരണം? എക്സ്പെൻസ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് ഒരു എൻട്രി കൂടെ അവിടെ വരേണ്ടതായിരുന്നു. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാലോ അതിനർത്ഥം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ,
അടുത്ത വർഷത്തെ എക്സ്പെൻസ് നമ്മൾ ഇപ്പോഴേ കൊടുത്തു, അത് ഇപ്പോഴത്തെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇപ്പോഴത്തെ എക്സ്പെൻസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി പ്രീപെയ്ഡ് എക്സ്പെൻസ് ടു എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസിൽ നിന്ന് കുറയ്ക്കണം, അതൊരു അസറ്റായിട്ട് കാണിക്കണം. അക്രൂഡ് ഇൻകം ഉണ്ടെങ്കിലോ ഇൻകം കിട്ടാനുണ്ട്, ഇൻകത്തിലൂടെ ആഡ് ചെയ്യണം, എന്നിട്ട് അത്ര അസറ്റായിട്ട് കാണിക്കണം. അപ്പോൾ എൻട്രി അക്രൂഡ് ഇൻകം അക്കൗണ്ട് ടു ഇൻകം. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അടുത്ത വർഷം കിട്ടേണ്ട ഇൻകം ഇപ്പോഴേ കിട്ടി, അത് ഇപ്പോഴത്തെ ഇൻകം ആയിട്ട് കാണിച്ചു വെച്ചു എന്നർത്ഥം. അപ്പോൾ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കണം, ലൈബിലിറ്റി ആയിട്ട് കാണിക്കണം. അപ്പോൾ എൻട്രി ഇൻകം അക്കൗണ്ട് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇനി ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിപ്രിസിയേഷൻ്റെ അസറ്റ് P&L ഡെബിറ്റ് സൈഡിലും കാണിക്കണം, അസറ്റിൽ നിന്ന് കുറയ്ക്കും വേണം. ഞാൻ എഫക്റ്റൂടെ പറയാം കേട്ടോ, ഫിനാൻഷ്യൽസിലുള്ള എഫക്റ്റ് ചെയ്ത്. ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ ഇത് റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ എൻട്രി ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റീസ്, ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. ദെൻ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. തെറ്റ് തിരുത്തുന്നത് എങ്ങനെ? തെറ്റ് നമുക്ക് 3 സമയത്ത് തിരുത്താം. തെറ്റുകൾ തമ്മിൽ നമുക്ക് 3ആയിട്ട് തിരിക്കാം. എറോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മാറിപ്പോയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകളെ നമുക്ക് എന്തെന്ന് തിരിക്കാം? റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തന്നെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളെ നമുക്ക് എറോ പ്രിൻസിപ്പിൾ എന്നിരിക്കാം. ഇനി എറോ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എഴുതാൻ വിട്ടുപോയി, ആ ജേണലിൽ തന്നെ എഴുതാൻ വിട്ടുപോയി, അല്ലെങ്കിൽ സബ്സിഡറി ബുക്കിൽ എഴുതാൻ വിട്ടുപോയാൽ അത് കംപ്ലീറ്റ് ഒമിഷൻ, എല്ലായിടത്തും എഴുതാൻ വിട്ടുപോയി. ഇനി ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് 2 അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അതും കംപ്ലീറ്റ് ഒമിഷൻ. ഏതെങ്കിലും ഒരിടത്ത് എഴുതി അടുത്തോടത്ത് എഴുതാൻ വിട്ടുപോയാലോ അത് പാർഷ്യൽ ഒമിഷൻ. ഇതല്ലാതെ വരുന്ന എല്ലാ തെറ്റുകളും, എമൗണ്ട് മാറിപ്പോയി, സീറോ മാറിപ്പോയി, ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് മാറിപ്പോയി, ഡെബിറ്റ് ചെയ്തപ്പം സൈഡ് മാറിപ്പോയി, ടോട്ടൽ ചെയ്തപ്പോൾ മാറിപ്പോയി, ഇങ്ങനെയുള്ള എല്ലാ മിസ്റ്റേക്കുകൾക്കും പറയുന്നവരാണ് എറർ ഓഫ് കമ്മീഷൻ. ഇനി മിസ്റ്റേക്കുകൾ എങ്ങനെ തിരുത്തണം? 3 സമയത്ത് തിരുത്താം. ഒന്ന് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്താം. അപ്പം തെറ്റുകൾ നമുക്ക് 2ആയിട്ട് തിരിക്കാം, സിംഗിൾ സൈഡർ എററും ഡബിൾ സൈഡർ എററും. ഒരു അക്കൗണ്ടിൽ മാത്രം എഫക്ട് ചെയ്ത തെറ്റാണെങ്കിലോ അത് സിംഗിൾ സൈഡർ എറർ ആയിരിക്കും. അപ്പോൾ ആ അക്കൗണ്ട് മാത്രം തിരുത്തുക, ആ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത്. അതിന് ഒരു അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് എൻട്രി എഴുതാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് സിംഗിൾ സൈഡർ എറർ ആണെങ്കിലോ ഒരു അക്കൗണ്ടിൽ മാത്രം മിസ്റ്റേക്ക് ഉള്ളെങ്കിലോ ആ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് തിരുത്തുക, കറക്റ്റാക്കി പോസ്റ്റ് ചെയ്ത് തിരുത്തുക. ഇനി ഡബിൾ സൈഡർ എറർ ആണെങ്കിലോ നമുക്കൊരു എൻട്രി എഴുതി തിരുത്താൻ വേണ്ടി പറ്റും. എൻട്രി എഴുതുമ്പോൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയാൽ ഡെബിറ്റ് ചെയ്യണം, റെക്ടിഫൈ ചെയ്യുമ്പോൾ. ക്രെഡിറ്റ് ചെയ്യാൻ വിട്ടുപോയാൽ ക്രെഡിറ്റ് ചെയ്യണം. ഒരാവശ്യമില്ലാതെ ഒരു അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്ത് വെച്ചാലോ ക്രെഡിറ്റ് ചെയ്യണം. ഒരാവശ്യമില്ലാതെ ഒരു അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്താലോ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്തത് കൂടിപ്പോയാലോ ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്ത് കുറഞ്ഞു പോയാലോ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്ത് കൂടിപ്പോയാലോ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ക്രെഡിറ്റ് ചെയ്തത് കൂടിപ്പോയാലോ ഡെബിറ്റ് ചെയ്യണം. ഇനി ക്രെഡിറ്റ് ചെയ്ത് കുറഞ്ഞു പോയാലോ അതോടെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ കറക്റ്റായിട്ട് ഡെബിറ്റ് ചെയ്യണമായിരുന്നു, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ തെറ്റില്ല, തിരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ക്രെഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു, കറക്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, തിരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴാണ് തെറ്റ് തിരുത്തേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെ അതിന് എൻട്രി എഴുതണമെന്ന് മനസ്സിലായല്ലോ. ഇത്രേ ഉള്ളൂ റെക്ടിഫിക്കേഷൻ. ഇനി ഇത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ്, ടാലി ആവാത്തതുകൊണ്ട് സസ്പെൻസ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണെങ്കിലോ എല്ലാ തെറ്റിലും നമുക്ക് എൻട്രി എഴുതാം. സിംഗിൾ സൈഡർ ആണെങ്കിലും ഡബിൾ സൈഡർ ആണെങ്കിൽ. സിംഗിൾ സൈഡർ ആണെങ്കിൽ വിത്ത് സസ്പെൻസ് ഉപയോഗിച്ച് നമുക്ക് എൻട്രി എഴുതാം. ഡബിൾ സൈഡർ ആണെങ്കിലോ സസ്പെൻസ് വരാതിരിക്കുക. അത് ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്തിട്ടുള്ള തെറ്റുകളാണെങ്കിൽ സസ്പെൻസ് വരും. ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യാത്ത തെറ്റുകളാണെങ്കിലോ സസ്പെൻസിന് ആവശ്യമില്ല. അതായത് എറർ പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ഒമിഷനൊക്കെയാണ് സസ്പെൻസിന് ആവശ്യമില്ല. ദെൻ ഈ തെറ്റ് നെക്സ്റ്റ് ഇയറിലാണ് തിരുത്തുന്നതെങ്കിലോ കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിലോ എക്സ്പെൻസസിലോ വ്യത്യാസം ഉണ്ടെങ്കിലോ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടുപിടിച്ച പ്രോഫിറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇൻകം എക്സ്പെൻസ് ഈ വർഷം അതേപടി എഴുതരുത്. അപ്പോൾ അങ്ങനെയാണ് ഈ വർഷത്തെ പ്രോഫിറ്റ് മാറിപ്പോകും. അതിന് പകരം കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിലോ എക്സ്പെൻസസിലോ കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് തിരുത്തോ വേണ്ടത്. അതുകൊണ്ട് എക്സ്പെൻസസും ഇൻകംസും എഴുതുന്നതിന് പകരം P&L അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന അക്കൗണ്ട് ഉപയോഗിച്ച് ആ കഴിഞ്ഞ വർഷത്തെ എററുകൾ എഫക്റ്റുകളെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം P&L അഡ്ജസ്റ്റ്മെന്റ് നെക്സ്റ്റ് ഇയർ തെറ്റ് തിരുത്തുമെങ്കിലോ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉപയോഗിക്കേണ്ടി വരും. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഇനി ബാഡ് ഡെപ്റ്റ് വരുമ്പോൾ നോർമൽ എൻട്രി എന്താ? ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ടു ഡെപ്റ്റീസ്. എന്നിട്ട് ഈ ബാഡ് ഡെപ്റ്റ് P&L ക്ലോസ് ചെയ്യും. പക്ഷേ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, എന്താ ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം വർഷം അവസാനം കുറേ ഡെപ്റ്റേഴ്സ് കിടപ്പുണ്ട്. നമുക്കറിയാം അടുത്ത വർഷം അതിൽ നിന്ന് ഫുള്ളി ചിലപ്പോൾ കിട്ടത്തില്ല, കുറച്ച് ബാഡ് ഡെപ്റ്റ് ആവാൻ ചാൻസേ ഉള്ളൂ, കറക്റ്റ് എത്രയും നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വരാൻ പോകുന്നൊരു ബാഡ് ഡെപ്റ്റിന് വേണ്ടി നമ്മളിപ്പോൾ തന്നെ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കും, പ്രൊവിഷൻ മാറ്റി വെക്കും. ക്ലിയർ? ഒരു പ്രൊവിഷനായിട്ട് നമ്മളൊരു എമൗണ്ട് മാറ്റി വെക്കും. അപ്പം അതിന് പറയുന്ന പേരാണ് എന്ത്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. വരാൻ ചാൻസസ് ഉള്ള ലോസിന് വേണ്ടി നമ്മളൊരു എമൗണ്ട് മാറ്റി വെക്കുന്നു. അപ്പോൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള എൻട്രി എന്ന് പറഞ്ഞാൽ P&L അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ക്ലിയർ? ഇങ്ങനെ അടുത്ത വർഷം നോക്കുമ്പോഴോ പ്രൊവിഷൻ അക്കൗണ്ടിൽ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. പ്രൊവിഷൻ എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പ്രൊവിഷൻ എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി അടുത്ത വർഷം വരുന്ന ബാഡ് ഡെപ്റ്റ് എന്ത് ചെയ്യണം? അത് P&L റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് പകരം അത് പ്രൊവിഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കാരണം വരാൻ പോകുന്ന ബാഡ് ഡെപ്റ്റിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അതല്ലേ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വർഷം ബാഡ് ഡെപ്റ്റ് വരുമ്പോൾ അത് P&L ക്ലോസ് ചെയ്യുന്നതിന് വരെ പ്രൊവിഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻട്രി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ട് ടു ബാഡ് ഡെപ്റ്റ്. ക്ലിയർ? ബാഡ് ഡെപ്റ്റ് വരുമ്പോൾ എൻട്രി ബാഡ് ഡെപ്റ്റ് ടു ഡെപ്റ്റേഴ്സ്, എന്നിട്ട് അത് P&L ക്ലോസ് ചെയ്യുന്നതിന് പകരം പ്രൊവിഷനിലേക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ എൻട്രി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ട് ടു ബാഡ് ഡെപ്റ്റ്. എന്നിട്ട് വർഷാവസാനം എത്ര പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നോക്കുക. അടുത്ത വർഷത്തിന് വേണ്ടി എത്ര പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നോക്കുക. അത് പ്രൊവിഷൻ അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുക.
അപ്പോൾ പ്രൊവിഷനിൽ ഇപ്പോൾ എത്ര രൂപയുടെ കുറവുണ്ടോ അത്രയും രൂപയ്ക്ക് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി പി ആൻഡ് എൽ അക്കൗണ്ട് ടു പ്രൊവിഷൻ. ഇനി പ്രൊവിഷൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് കൂടുതലാണ്, ഈ വർഷം വളരെ കുറച്ച് മതി എന്നുണ്ടെങ്കിലോ പ്രൊവിഷൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ എൻട്രി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ട് ടു പി ആൻഡ് എൽ. പ്രൊവിഷൻ അക്കൗണ്ട് വരയ്ക്കാൻ ചിലപ്പോൾ ചോദിക്കാം. പ്രൊവിഷൻ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ബാഡ് ഡെപ്റ്റ് വന്നാൽ അത് പ്രൊവിഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, അപ്പോൾ അത് പ്രൊവിഷൻ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. എന്നിട്ട് ബാലൻസിംഗ് ഫിയർ ആയിട്ട് ഈ വർഷം എത്ര പി ആൻഡ് എല്ലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണം, ക്ലോസ് ചെയ്യണം എന്നുള്ളത് ബാലൻസിംഗ് ഫിയർ ആയിട്ട് എഴുതുക. പ്രൊവിഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് മെയിൻലി കവർ ചെയ്യാനുള്ളത്. ക്ലിയർ? ഇനി ഞാനൊന്ന് ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് എക്സാമിന് തുടങ്ങുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റൻ ഏതാ? MCQ ആയിരിക്കും അല്ലേ? കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യുക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതൊരു 30 മാർക്സിനുണ്ട്. അത് പൊതുവെ എളുപ്പമാണ്. ആ 30 മാർക്സ് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലൊക്കെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലോ, ദാറ്റ് മീൻസ് അത് പറ്റുന്നതാണ്. അത്ര ടഫാ ചോദിക്കാറുമില്ല CMAയിൽ. ഞാൻ പറയുന്നൊരു പൊതുവേ നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നൊരു സംഭവമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനേ പാടുള്ളൂ, കാരണം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഫോളോ ചെയ്യാൻ പാടാം. പക്ഷേ എക്സാം അതിൽ എളുപ്പമാണ്. നിങ്ങൾക്ക് പഠിക്കാനേ പാടുള്ളൂ, എക്സാം അത്രയ്ക്ക് ടഫല്ല. ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് തരാനുള്ളത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എക്സാം എഴുതാനൊരു ധൈര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് CMA എന്ന് പറയുന്നത്. പക്ഷേ നല്ല വോളിയം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കാനേ പാടുള്ളൂ, എക്സാം അത്രയ്ക്ക് ടഫല്ല. കാരണം MCQs ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ചാപ്റ്ററിൽ ഒന്ന് MCQs മാത്രം ഒന്ന് ഓടിച്ച് നോക്കാം. ദെൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. Dash concepts assumes that indefinite life an organization can be split into smaller period of equal duration. ഏതായിരിക്കും? ഒരുപാട് ലൈഫ് ഉണ്ടെന്നല്ല പറയുന്നത്, അതിന് ഒരു സ്മോളർ പീരീഡ്, ഒരു ഈക്വൽ ഡ്യൂറേഷൻ ഉള്ള സ്മോളർ പീരീഡ്, ഒരു ഇയർലി നമ്മൾ തിരിച്ചിട്ട് നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ഏത്? അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് കേട്ടോ. ദ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു എക്സ്പെൻസസ് ഓർ ലോസസ് ഓർ ഇൻകംസ് ഓർ ഗെയിൻസ് ആർ കോൾഡ് ഏത്? നോമിനൽ അക്കൗണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ ക്യാൻ ബി പ്രസന്റഡ് as assets is equal to liabilities plus equity. ദെൻ അത് ശരിയാ, പക്ഷെ അടുത്ത് നോക്കി അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പ്ലസ് റവന്യൂ മൈനസ് എക്സ്പെൻസ് മൈനസ് ഡ്രോയിങ്സ്. അത് ശരിയല്ലേ? അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്, അസറ്റ്സ് പ്ലസ് എക്സ്പെൻസസ് പ്ലസ് ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പ്ലസ് റവന്യൂ. ഇതെല്ലാം ശരിയാട്ടോ, ഓൾ ഓഫ് ദേ പോ. ഒറ്റ നോട്ടത്തിൽ ഇതാന്ന് കരുതും, പക്ഷേ എല്ലാം ആക്ച്വലി നോക്കുമ്പോൾ എന്താ, ക്യാപിറ്റലിലൂടെ നമ്മൾ റവന്യൂസ് ഇൻകംസ് ആഡ് ചെയ്യും, എക്സ്പെൻസ് കുറയ്ക്കുക, അതായത് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ ഡ്രോയിങ്സ് ആണെങ്കിൽ മൈനസ് ചെയ്യും. എല്ലാം ശരിയാട്ടോ. ദ ബുക്സ് ഓഫ് അക്കൗണ്ട് വിച്ച് റെക്കോർഡ്സ് only those cash transactions which are not of heavy amount but the type of transaction is frequently entered into entities known as. ഏതാ? ചെറിയ ക്യാഷ് ട്രാൻസാക്ഷൻ ഒക്കെ എഴുതുന്ന, വലിയ എമൗണ്ട് അല്ല, ചെറിയ ട്രാൻസാക്ഷൻ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ട്രാൻസാക്ഷൻ എഴുതുന്ന ബുക്ക് പെറ്റി ക്യാഷ് ബുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ റിഗാർഡിംഗ് ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ട്രയൽ ബാലൻസ് ഈസ് ജസ്റ്റ് ഒരു പർട്ടിക്കുലർ പീരീഡിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് ഈസ് ജസ്റ്റ് എ സ്റ്റേറ്റ്മെന്റ്. അതെ, എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ് ഈസ് എ കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് അബ്സല്യൂട്ട് ആക്യുറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അല്ലല്ലോ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ അല്ല, ഒരു ദിവസമായിരിക്കില്ലേ പ്രിപ്പയർ ചെയ്യുന്നത്, അസോൺ ഡേറ്റ് അല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് ആൻസർ ഏതായിരിക്കും? 5B കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസോൺ ഡേറ്റ്, ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു പീരീഡിലല്ല. ഇപ്പോൾ P&L ഒരു ഇത്രയും നാളത്തെ ഇൻകംസ് എക്സ്പെൻസ് കാണിക്കുന്നത്, ട്രയൽ ബാലൻസ് ഒരു ദിവസത്തെ ബാലൻസസ് കാണിക്കുന്നത്. ദ റിസോഴ്സ് ഓൺഡ് ബൈ അസറ്റ് വിത്ത് ദ പർപ്പസ് ഓഫ് യൂസിങ് ഇറ്റ് ഫോർ ജനറേറ്റിംഗ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. എന്ത്? അസറ്റ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇസ് ഓഫ് എ ക്യാപിറ്റൽ നേച്ചർ? ക്യാപിറ്റൽ നേച്ചർ മീൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസീപ്റ്റ്. കമ്മീഷൻ ഓൺ പർച്ചേസസ് റവന്യൂ, കോസ്റ്റ് ഓഫ് റിപ്പയർസ് റവന്യൂ, റെന്റ് ഫാക്ടർ റവന്യൂ, വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മിഷനറി, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ആൻസർ D. അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ഷോൺ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് മിഷനറി മേടിച്ച് ഫർണിച്ചർ മേടിച്ച് ഇങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ, അതൊക്കെ ബാലൻസ് ഷീറ്റ് കാണിക്കും. അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് 8A. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ബോത്ത് എ ജേണൽ ആൻഡ് ലെഡ്ജർ? ജേണൽ ലെഡ്ജറുമായിട്ട് പറയുന്നത് ഏത്? ക്യാഷ് ബുക്ക്. അതെന്താ രണ്ടും പറയുന്നത്? ക്യാഷ് ബുക്ക് വരയ്ക്കുന്നുണ്ടെങ്കിലോ, ഡേ ബുക്സിൻ്റെ പാർട്ടാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ക്യാഷ് ബുക്ക് വരയ്ക്കുന്നുണ്ടെങ്കിലോ പിന്നെ വേറൊരു ക്യാഷ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് വേറെ വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാഷ് ബുക്ക് ഒരു ജേണലുമാണ് ലെഡ്ജറുമാണ്. പർച്ചേസ് ഓഫ് ലാപ്ടോപ്പ് ഫോർ ഓഫീസ് യൂസ്, റോങ്ലി ഡെബിറ്റഡ് പർച്ചേസ്. ഒരു ലാപ്ടോപ്പ് ഓഫീസ് യൂസിന് വേണ്ടി മേടിച്ചു, അത് പർച്ചേസ് ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഞാനിത് ഏതാ MCQ ക്വസ്റ്റ്യൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എന്തിനാ? നിങ്ങളുടെ എക്സാമിന് ഇതിൽ നിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ക്ലിയർ? ദെൻ വേറൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നു. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓൺ 1 April 2022 ഓപ്പണിംഗിലെ വാസ് 13,000. ഡ്യൂറിംഗ് ദി ഇയർ 2022-23 അടുത്ത വർഷം ബാഡ് ഡെപ്റ്റ് വാസ് 9,500 വന്നിട്ടുണ്ട്. സൺഡ്രി ഡെപ്റ്റേഴ്സ് ഓൺ 31st March 2023 വേറെ 3,25,000 ഉണ്ട്. പ്രൊവിഷൻ ഈസ് ടു ബി മെയ്ഡ് അറ്റ് 5% ഓഫ് ഡെപ്റ്റേഴ്സ്. ഇഫ് ഓൺ 31st March 2023 there was an additional bad debt of 2,500 then provision for doubtful debt will be. ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി പ്രൊവിഷണൽ ബാലൻസ് എത്ര ഉണ്ട്? 13,000. ഒന്നെങ്കിൽ അക്കൗണ്ട് വരയ്ക്കണം. അക്കൗണ്ട് വരയ്ക്കുവാണെങ്കിൽ ഇത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഈ വർഷത്തെ ബാഡ് ഡെപ്റ്റ് എത്ര ഉണ്ട്? ഒരു 9,500 ഉണ്ട്.
ഇത് കൂടാതെ ഒരു 2500 വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ബാഡ് ഡെപ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ 9500 പ്ലസ് 2500 12,000 വന്നു. പ്രൊവിഷണൽ ബാലൻസ് 13 ഉണ്ട്, പക്ഷേ ടോട്ടൽ ബാഡ് ഡെപ്റ്റ് എത്ര വന്നു? 12,000 വന്നു. ക്ലിയർ? ഇനി എത്ര ശതമാനം പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം? 5% മെയിൻറ്റെയിൻ ചെയ്യണം ക്ലോസിംഗിൽ. ഏതിൻ്റെ? 3,25,000ൻ്റെ 2,500 പിന്നെ ബാഡ് ഡെപ്റ്റ് ഉണ്ടായി. അപ്പോൾ അതും കുറച്ച് ഇപ്പോഴത്തെ ഫൈനൽ ഡെപ്റ്റേഴ്സ് എത്രയായിരിക്കും? 3,22,500. അതിൻ്റെ എത്ര ശതമാനം? 5%. അപ്പോൾ പ്രൊവിഷൻ വേണ്ടത് 16,125 വേണം. പ്രൊവിഷൻ എത്ര വേണം നമുക്ക്? 16,125 വേണം. പക്ഷേ പ്രൊവിഷനിൽ ഓൾറെഡി എത്ര ബാലൻസ് ഉണ്ട്? 13 ഉണ്ട്. ഈ വർഷം ടോട്ടൽ എത്രയേ ബാഡ് ഡെപ്റ്റ് വന്നിട്ടുള്ളൂ? 9,500 പ്ലസ് 2,500 12,000 വന്നിട്ടുള്ളൂ. അപ്പോൾ പഴയ പ്രൊവിഷനി ബാലൻസ് എത്ര ഉണ്ട്? 13 ഉണ്ട്. ടോട്ടൽ ബാഡ് ഡെപ്റ്റ് വന്നിരിക്കുന്നത് 12,000 ഉള്ളൂ. പഴയ പ്രൊവിഷനി ബാലൻസ് എത്ര ഉണ്ട്? 1,000 ഉണ്ട്. ഈ വർഷം ഇനി എത്ര പ്രൊവിഷൻ വേണം? 3,22,500ൻ്റെ 5%, അതായത് 16,125 മതി. അപ്പോൾ അഡീഷണൽ എത്ര പ്രൊവിഷൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി? 1,000 കുറച്ചിട്ട് 1,000 ഓൾറെഡി ബാലൻസ് ഉണ്ടല്ലോ, അത് കുറച്ച് 15,125 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്താൽ മതി. P&L എത്ര ഡെബിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. പ്രൊവിഷൻ ക്ലോസിംഗ് ബാലൻസ് 16,125 വേണം. പക്ഷേ ഓൾറെഡി ഒരു ബാലൻസ് 1,000 കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉണ്ട്. അപ്പോൾ അഡീഷണലി നമ്മൾ എത്ര P&L നിന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി? 15,125. ഒറിജിനൽ കോസ്റ്റ് ഓഫ് മെഷീൻ ഈസ് 1,50,000. Residual value 10,000. If the depreciation charge is 10% per annum under WD method, depreciation for third year. പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ ഈ റെസിഡ്യൂവൽ വാല്യൂ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കോസ്റ്റിന് ഡിപ്രീസിയേഷൻ എടുത്താൽ മതി. യൂസ്ഫുൾ ലൈഫ് തന്നാൽ മാത്രം റെസിഡ്യൂവൽ വാല്യൂ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. എളുപ്പവഴി എന്താണെന്നറിയോ? 1,50,000 എടുക്കുക, മൂന്നാമത്തെ വർഷത്തെ അല്ലേ, -10% ചെയ്യുമ്പോൾ ഒരു വർഷം ഡിപ്രീസിയേഷൻ കഴിഞ്ഞുള്ള എമൗണ്ട് കിട്ടും. വീണ്ടും -10% കഴിയുമ്പോൾ 2 വർഷം ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് 2 വർഷം ഡിപ്രീഷിയേറ്റ് ചെയ്താലുള്ള എമൗണ്ട് കിട്ടും. അതിന് ശേഷമുള്ള എമൗണ്ട് കിട്ടും. 2 തവണ -10% ചെയ്യുക. ഇനി ഈ എമൗണ്ടിനാണ് മൂന്നാമത്തെ വർഷം ഡിപ്രീസിയേഷൻ ചെയ്യുക. അപ്പോൾ ഇൻറ്റു 10%, 12,150. ക്ലിയർ? കാൽക്കുലേറ്റർ MCQ ചെയ്യാൻ സ്പീഡും വേണം കേട്ടോ. എങ്ങനെ? 1,50,000 സ്ക്രാപ്പ് വാല്യൂ മൈൻഡ് ചെയ്യേണ്ട. 1,50,000യുടെ 2 വർഷം മൂന്നാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിനല്ലേ. അപ്പോൾ 1,50,000 -10%, ഒരു വർഷം കഴിഞ്ഞുള്ള വാല്യൂ കിട്ടും. അത് -10%, 2 വർഷം കഴിഞ്ഞുള്ള വാല്യൂ കിട്ടും. അതിൻ്റെ 10% എടുക്കുക. അതാണ് മൂന്നാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം R for ₹3,600 ബട്ട് റോങ്ലി റെക്കോർഡഡ് as 6,300 ടു ദ ഡെബിറ്റ് ഓഫ് R. ഇൻ ദ റെക്ടിഫിക്കേഷൻ ആർസ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്ത് 3,600 ഗുഡ്സ് മേടിച്ചു. അപ്പോൾ ആറിനെ ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു 3,600. അതിന് പകരം എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണം? ഒരാവശ്യമില്ലാതെ ഡെബിറ്റ് ചെയ്ത് 6,300 പ്ലസ് ആക്ച്വലി ക്രെഡിറ്റ് ചെയ്യേണ്ട 3,600. അങ്ങനെ ടോട്ടൽ 9,900 ക്രെഡിറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? അക്കൗണ്ട് ബാലൻസ് കറക്റ്റ് ആവുള്ളൂ. ക്ലിയർ? ഓടിച്ച് ഞാനൊരു MCQs ഒന്ന് കവർ ചെയ്തു. ഇത്രയാണ് നമുക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയാൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്താ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ? നമുക്കൊരു ഡെപ്റ്ററിൻ്റെ അടുത്ത് പൈസ കിട്ടാനുണ്ട്, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ പൈസ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ അവരുടെ അടുത്തുനിന്ന് മേടിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അത് മേടിച്ചാലുള്ള മെച്ചം എന്താ? ഇങ്ങനെ ഒരു പേപ്പറായിട്ടൊന്ന് മേടിച്ചാൽ എനിക്ക് ഇന്ന് തന്നെ ബാങ്കിൽ കൊണ്ടേ കൊടുത്ത് വേണമെങ്കിൽ എൻക്യാഷ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ ഡിസ്കൗണ്ട് കുറച്ചിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? പൈസ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിനെ ഈ ബില്ല് കൊടുത്ത് എനിക്ക് സെറ്റിൽ ചെയ്യാം, അവർ ഓക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് ഉള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെപ്റ്ററിൻ്റെ അടുത്ത് നമുക്കൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് കിട്ടുമ്പോൾ നമ്മുടെ ബുക്കിലുള്ള എൻട്രി എന്ത് വരും? ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ഡെപ്റ്റേഴ്സ്. ഇനി ഇത് അവസാനം മച്യൂരിറ്റി വരെ ഞാൻ കൈ സൂക്ഷിച്ചു, എന്നിട്ട് പൈസ ആയിട്ട് മാറ്റി കഴിഞ്ഞാലോ? ബാങ്ക് അക്കൗണ്ടിൻ്റെ ബിൽസ് റിസീവബിൾ എൻട്രി. ഓക്കെ, ഇനി അവസാനം മച്യൂരിറ്റി വരെ ഞാൻ കൈ സൂക്ഷിച്ചു, പൈസ കിട്ടിയില്ലെങ്കിലോ? അത് ഡിസോണർ ആവും. അപ്പോൾ എൻട്രി വീണ്ടും ഡെപ്റ്ററോട് പൈസ വെക്കണം, ഡെപ്റ്റർ അക്കൗണ്ടിൻ്റെ ബിൽസ് റിസീവ്. ഇനി ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ കിട്ടി, അത് അപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലോ? എനിക്ക് അപ്പം തന്നെ പൈസ കിട്ടും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, പക്ഷേ ഫുൾ പൈസ കിട്ടില്ല. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്ററാണ് നഷ്ടം ടു ബിൽസ് റിസീവബിൾ. ഇനി മച്യൂരിറ്റി ആകുമ്പോഴോ എനിക്ക് ബില്ല് തന്ന പാർട്ടി ബാങ്കിൽ കൊണ്ട് അത് സെറ്റിൽ ചെയ്യും. കുഴപ്പമില്ല, എൻ്റെ ബുക്ക് വേറെ എൻട്രി വേണ്ട. ഇത് ഡിസോണർ ആയാലോ? ബാങ്ക് എന്നെ വിളിച്ചിട്ട് പറയും പൈസ മര്യാദ കൊണ്ട് തന്നോളൂ. കാരണം ബാങ്കിന് അയാളെ വിളിക്കേണ്ട ആവശ്യമില്ല. ബാങ്ക് എന്നെ കൊണ്ടിൽ നിന്ന് പൈസ പിടിക്കും, ഞാൻ ഈ പൈസ ഡെപ്റ്ററോട് ചോദിക്കണം. അപ്പോൾ എൻട്രി ഡെപ്റ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബിൽസ് റിസീവബിൾ ഇനി അത് കാണിക്കേണ്ട ആവശ്യമില്ല. ദെൻ എനിക്കൊരു ബില്ല് കിട്ടി, ഞാനത് ക്രെഡിറ്ററിന് എൻഡോഴ്സ് ചെയ്തു. അപ്പോൾ എൻ്റെ ബുക്കിലുള്ള എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ബിൽസ് റിസീവബിൾ. മച്യൂരിറ്റി ആകുമ്പോഴോ ഞാൻ പാർട്ടീനെ വിളിച്ചിട്ട് എനിക്ക് ബില്ല് എന്ന ആളോട് പറയും ആ ക്രെഡിറ്ററിന് പൈസ കൊണ്ട് കൊടുത്തേക്ക്, അവർ തമ്മിൽ സെറ്റിൽ ചെയ്യും. എൻ്റെ ബുക്കിൽ എൻട്രി വേണ്ട. ഇനി അയാൾ സെറ്റിൽ ചെയ്തില്ലെങ്കിലോ ക്രെഡിറ്റർ എന്നെ വിളിച്ചിട്ട് പറയും മര്യാദയ്ക്ക് പൈസ തരണം. ഞാൻ എൻ്റെ ഡെപ്റ്ററെ വിളിച്ച് പൈസ ചോദിക്കും. അപ്പോൾ എൻട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എൻ്റെ ക്രെഡിറ്റേഴ്സ്. ഇനി ഇത് ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആളുടെ ബുക്കിലോ എൻട്രി ഇത്രേ ഉള്ളൂ. ബില്ല് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ക്രെഡിറ്ററിനായിരിക്കും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ബിൽസ് പേബിൾ. ഇനി ആ ബില്ല് മച്യൂരിറ്റി ആകുമ്പോൾ സെറ്റിൽ ചെയ്താൽ ബിൽസ് പേബിൾ ടു ബാങ്ക്. ഇനി സെറ്റിൽ ചെയ്തില്ല, ഡിസോണർ ആയാലോ ബിൽസ് പേബിൾ അക്കൗണ്ടിൻ്റെ ടു വീണ്ടും ആ ക്രെഡിറ്റർ. ഇത്രേ ഉള്ളൂ അതിൻ്റെ എൻട്രീസ്. ഇനി മ്യൂച്വൽ അക്കോമഡേഷൻ ബില്ല്. രണ്ടുപേർക്കും പൈസയ്ക്ക് ആവശ്യത്തിന് നമ്മൾ ബില്ല് തയ്യാറാക്കാറുണ്ട്. അതിന് പറയുന്നവരാണ് അക്കോമഡേഷൻ ബിൽ. അപ്പം ഒരാൾക്ക് അങ്ങോട്ട് കൊണ്ട് പൈസ കിട്ടാനൊന്നുമില്ല, പക്ഷേ ഒരാളൊരു ബില്ല് എഴുതി. ഇപ്പോൾ ഒരു ബില്ല് എഴുതി, ബീനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് മേടിച്ചു. രണ്ടുപേർക്കും പൈസയ്ക്ക് ആവശ്യത്തിന് വേണ്ട. ഒരു ബില്ല് എഴുതി ബീനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് മേടിച്ചു. എയുടെ ബുക്കിലുള്ള എൻട്രി ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ബി. അപ്പോൾ ബിയുടെ ബുക്കിലുള്ള എൻട്രിയോ എ അക്കൗണ്ടിൻ്റെ ബിൽസ് പേബിൾ.
എന്നിട്ട് എ ഈ ബില്ല് കൊണ്ട് ബാങ്ക് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു ബിൽസ് റിസീവ്ഡ്. അപ്പോൾ ബിയുടെ ബുക്കിൽ എൻട്രി വേണം. എന്നിട്ട് ഇതിൻ്റെ പ്രൊസീഡ്സ് ചിലപ്പോൾ ഹാഫ് ആണെങ്കിൽ ഹാഫ്, 1/3 ആണ് 1/3. എങ്ങനെയാണ് അവർ ഷെയർ ചെയ്യുന്നത്, ആ പ്രൊസീഡ്സ് എന്ത് ചെയ്യണം? ഇപ്പോൾ ഹാഫ് ആണെങ്കിൽ അത്രയും പൈസ ഇനി ആർക്ക് കൊടുക്കണം? ബിക്ക് കൊടുക്കണം. അപ്പോൾ എയുടെ ബുക്കിലുള്ള എൻട്രി ബി അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ടു ഡിസ്കൗണ്ട്. ബിക്ക് അത്രയും പൈസ കൊടുത്തു, ഹാഫ് പൈസ കൊടുത്തു. അപ്പോൾ ബിയുടെ ബുക്കിലോ പൈസ കിട്ടി 7 എടുത്തെന്ന്, ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു എ, ബിയുടെ ബുക്കിലുള്ള എൻട്രി. ഇനി മച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? എ അയാൾ കൊടുക്കാനുള്ള ഷെയർ ബിക്ക് കൊടുക്കണം. കാരണം മച്യൂരിറ്റി ആകുമ്പോൾ ഈ പൈസ ബാങ്കിൽ കൊണ്ട് അടയ്ക്കേണ്ടത് ആരാ? ബി ആണ്. അപ്പം എയുടെ ഹാഫ് ഷെയർ, ഹാഫ് ആണെങ്കിൽ ഹാഫ് ഷെയർ ബിക്ക് കൊടുക്കണം. അപ്പോൾ എൻട്രി ബി അക്കൗണ്ട് ടു ബാങ്ക്. ബിക്ക് ആ പൈസ കിട്ടി, അപ്പോൾ എയുടെ അടുത്തുനിന്ന് ബാങ്ക് അക്കൗണ്ട് ടു എ. ഇനി ആ പൈസ ടോട്ടൽ എമൗണ്ട് കൊണ്ട് ബാങ്കിൽ കൊണ്ട് അടയ്ക്കുന്നു. അപ്പോൾ എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ടു ബാങ്ക്. എല്ലാം ശുഭം. ഇങ്ങനെ പൈസ റൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ് അക്കോമഡേഷൻ ബിൽ. ഇനി കൺസൈൻമെൻറ്റ്, അതിനകത്ത് പഠിക്കാനുള്ളത് എന്താ ഈ കൺസൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പൊതുവേ നമ്മളൊരു ഏജൻറ്റിനെ വെച്ച് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സിന് പറയുന്ന പേരാണ് കൺസൈൻമെൻറ്റ്. നമ്മളൊരു ഏജൻറ്റിനെ വെച്ച് ചെയ്യുന്ന ബിസിനസ്, ഏജൻറ്റിനെ വെച്ച് ചെയ്യുന്ന ബിസിനസ്സിൽ ആ ഏജൻറ്റിന് പറയുന്ന പേരാണ് കൺസൈനി. നമ്മളെ വിളിക്കുന്ന പേര് കൺസൈനർ. ഏജൻറ്റിന് എന്ത് കൊടുക്കണം? ഒരു കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അപ്പം ഇതിൻ്റെ പ്രോഫിറ്റ് അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇനി കൺസൈനി എത്ര തരാനുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു കൺസൈനി അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഗുഡ്സ് കൊടുത്തു വിടുന്ന സമയത്തുള്ള എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലോട്ട് ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെൻറ്റ്. കൺസൈനറുടെ ബുക്കിലുള്ള എൻട്രീസാണ്. കൺസൈനർക്ക് കുറച്ച് എക്സ്പെൻസസ് വന്നാലോ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലോട്ട് ബാങ്ക്. ദെൻ കൺസൈനിക്ക് കുറച്ച് എക്സ്പെൻസ് വന്നാലും അത് നമ്മൾ തിരിച്ചു കൊടുക്കണം, റീംബേഴ്സ് ചെയ്യണം. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു കൺസൈനി. കൺസൈനിക്ക് ഇനി കൺസൈനി വിറ്റു, സെയിൽ ചെയ്തു, ക്യാഷ് സെയിൽ ചെയ്തു. അപ്പോൾ എൻട്രി കൺസൈനി അക്കൗണ്ട് ഇട്ടിട്ട് അവർ നമുക്ക് പൈസ തരണം. കൺസൈനി അക്കൗണ്ട് ഇട്ടിട്ട് കൺസൈൻമെൻറ്റ് നമ്മുടെ ബുക്കിൽ ഇൻകോ ആയിട്ടും കാണിക്കണം. ഇനി അവർ കടത്തിനെ വിറ്റതെങ്കിലോ ഡെൽക്രറെ കമ്മീഷൻ നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ടെങ്കിലോ കളക്ഷൻ അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ കൺസൈനി അക്കൗണ്ട് ഇട്ടിട്ട് കൺസൈൻമെൻറ്റ്. ഇനി ഡെൽക്രറെ കമ്മീഷൻ കൊടുത്തിട്ടില്ലെങ്കിലോ കളക്ഷൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് നമ്മൾ കൺസൈൻമെൻറ്റ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ട് കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകോ ആയിട്ട് കാണിക്കേണ്ടി വരും. ഇനി ഡെപ്റ്റേഴ്സിൻ്റെ അടുത്തുള്ള പൈസ കൺസൈനിയാണ് മേടിച്ചെടുത്തത്, അത് ഓൾറെഡി ഡെൽക്രറെ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലോ നമ്മുടെ ബുക്കിൽ എൻട്രി വേണ്ട. കാരണം വിൽക്കുമ്പോൾ തന്നെ കൺസൈനി തരാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡെൽക്രറെ കമ്മീഷൻ നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷേ കളക്ഷൻ കൺസൈനി മേടിച്ചു. അങ്ങനെയാണ് കൺസൈനി അക്കൗണ്ട് ഇട്ടിട്ട് കൺസൈൻമെൻറ്റ് ഡെപ്റ്റേഴ്സ്. ഇനി കൺസൈനിക്ക് ഒരു കമ്മീഷൻ കൊടുക്കണം, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഇട്ടിട്ട് കൺസൈനി. ഇനി അവസാനം നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യണം. സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഇട്ടിട്ട് കൺസൈൻമെൻറ്റ്. സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ കൺസൈൻമെൻറ്റ് ഗോഡൗണിൽ അവിടെ എത്തുന്ന വരെയുള്ള ചിലവുകൾ നമ്മൾ എടുത്തിട്ട് വേണം സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ. ക്ലിയർ? ഇതിനിടയ്ക്ക് അബ്നോർമൽ ലോസസ് വന്നിട്ടുണ്ടെങ്കിലോ ഗുഡ്സ് ഡിസ്റ്റോർഡ്, ഗുഡ്സ് ഡാമേജ് അല്ലെങ്കിൽ ഗുഡ്സ് ലോസ് ബൈ ഫയർ ടു കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റ് ക്രെഡിറ്റ് സൈഡിൽ അത്രയും നഷ്ടം പോലെ കാണിക്കണം. എന്നിട്ട് ക്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെറ്റ് നഷ്ടം എത്രയോ അത് വേണം പിയാനിൽ കാണിക്കാൻ. ക്ലിയർ? ഇത്രയൊക്കെയാണ് നമുക്ക് അതിനകത്ത് മെയിൻലി വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചറിൽ എന്താ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്? ഒരു ഷോർട്ട് ഡ്യൂറേഷൻ പാർട്ണർഷിപ്പ് ബിസിനസ്, കുറച്ച് നാളത്തേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിന് പറയുന്ന പേരാണ് ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ ആ ജോയിൻറ്റ് വെഞ്ചറിലോ നമ്മൾ പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിക്കും. 3 രീതിയിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. ഒന്ന്, ജോയിൻറ്റ് വെഞ്ചറിൻ്റെ കണക്ക് എഴുതാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ജോയിൻറ്റ് ബാങ്ക് ഉണ്ട്, കോവെഞ്ചേഴ്സ് അക്കൗണ്ട് ഉണ്ടാവും, പിന്നെ ഒരു ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഉണ്ടാവും. ജോയിൻറ്റ് വെഞ്ചർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വരയ്ക്കുന്നത് കോവെഞ്ചർ, ഓരോ കോവെഞ്ചറിൻ്റെ ക്യാപിറ്റൽ എത്ര കൊടുക്കാനുണ്ടെന്ന് അറിയാൻ വേണ്ടി വരയ്ക്കുന്നത്. ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് എത്ര ക്യാഷ് ബാലൻസ് അക്കൗണ്ട് എന്ന് അറിയാൻ വേണ്ടി വരയ്ക്കുന്നത്. ഇനി ഓരോ വെഞ്ചറും അവരവരുടെ ബുക്കിൽ അവരവരുടെ ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് അല്ല, ഓരോ കോവെഞ്ചറും അവരവരുടെ ബുക്കിൽ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ഓരോ കോവെഞ്ചറിൻ്റെ ബുക്കിൽ 2 അക്കൗണ്ട് വേണം. ഒരു ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്, അത് പ്രോഫിറ്റ് അറിയാം. പിന്നെ അടുത്ത കോവെഞ്ചറിൻ്റെ അക്കൗണ്ട് അവരുടെ അടുത്ത് നിന്ന് എത്ര കിട്ടാനുണ്ടോ ഒന്നും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാറുണ്ടെന്ന് അറിയാം. ഇനി ഓരോ കോവെഞ്ചറും അവരവരുടെ ബുക്കിൽ അവരവരുടെ ട്രാൻസാക്ഷൻ മാത്രം എഴുതാനാണെങ്കിലോ മെയിൻലി ഒരു അക്കൗണ്ട് വരയ്ക്കുള്ളൂ, ജോയിൻറ്റ് വെഞ്ചർ വിത്ത് അതർ കോവെഞ്ചർ എന്ന് പറഞ്ഞാൽ അത് അടുത്ത കോവെഞ്ചറിൻ്റെ അടുത്ത് എത്ര കിട്ടാനുണ്ടോ കൊടുക്കാനുണ്ടോ എന്ന് അറിയാനുള്ള അക്കൗണ്ട്. പിന്നെ ഒരു മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് വരയ്ക്കണം, അതെന്തിന്? പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി. ക്ലിയർ? നമുക്ക് ആ ചാപ്റ്ററിൽ ഒന്ന് MCQs ഒന്ന് ഓടിച്ച് നോക്കിയാലോ. വിച്ച് ക്ലാസ് ഓഫ് അക്കൗണ്ട് ഇസ് കൺസൈൻമെൻറ്റ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്തിനു വേണ്ടിയാണ്? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വരയ്ക്കുന്ന. അപ്പോൾ അതൊരു നോമിനൽ അക്കൗണ്ടാണ് അല്ലേ, വണ്ടി. ദെൻ മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. എപ്പോഴാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്? മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റോ ലോസോ അറിയാൻ വേണ്ടി. ഓൺ ഡിസോണർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദാറ്റ് വാസ് ഡിസ്കൗണ്ടഡ്. ഡിസോണർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദാറ്റ് വാസ് ഡിസ്കൗണ്ട്. നോട്ടിംഗ് ചാർജസ് ആർ ഇനീഷ്യലി പെയ്ഡ് ബൈ. ഡിസ്കൗണ്ട് ചെയ്ത ബില്ലെന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും ഇരിക്കുന്നത്? ഇപ്പോൾ ബാങ്കിലായിരിക്കും. അപ്പോൾ ബാങ്കിലിരിക്കുന്ന ബില്ല, അപ്പം അത് ഇനീഷ്യലി അത് ആരായിരിക്കും പേ ചെയ്യാനുള്ള ചാൻസസ്? ബാങ്ക്. ക്ലിയർ? 3A ബാങ്ക്. ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് കോവെഞ്ചർ മെയിൻറ്റെയിനിങ് ഓൺലി ഹിസ് ഓർ ഹെയർ ട്രാൻസാക്ഷൻ ഈസ്. ഓരോരുത്തരും കോവെഞ്ചർ അവരവരുടെ ബുക്കിൽ അവരവരുടെ ട്രാൻസാക്ഷൻ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നെങ്കിലോ പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യാനുള്ള എൻട്രി ഇത്രയായിരിക്കും. ജോയിൻറ്റ് വെഞ്ചർ വിത്ത് അതർ കോവെഞ്ചർ അക്കൗണ്ട് അറ്റ് ടു P&L പ്രോഫിറ്റ് ആണെങ്കിൽ. ക്ലിയർ? അപ്പോൾ P&L അത് ക്രെഡിറ്റ് ചെയ്യേണ്ടേ. ഡെബിറ്റഡ് ടു അതർ കോവെഞ്ചേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ആണ് ഓപ്ഷൻ 4B. എൻട്രി എന്നാൽ നമ്മുടെ പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യണം. അപ്പം അടുത്ത കോവെഞ്ചർ എടുത്തുന്ന ആ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമുക്ക് കിട്ടണം. ജോയിൻറ്റ് വെഞ്ചർ വിത്ത് അതർ കോവെഞ്ചർ അക്കൗണ്ട് അറ്റ് ടു P&L ക്രെഡിറ്റ് എന്നായിരുന്നെങ്കിൽ പിന്നെ ശരിയായിരുന്നു. എനി സ്റ്റോക്ക് ഇസ് ടേക്കൺ ഓവർ ബൈ കോവെഞ്ചർ ഇറ്റ് വിൽ ബി റെക്കോർഡ് അസ്. മിച്ചമിരിക്കുന്ന സ്റ്റോക്ക് കോവെഞ്ചർ എടുത്തുകൊണ്ട് പോയാലോ അതൊരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഇൻകം പോലെ നമ്മൾ റെക്കോർഡ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. എൻട്രി കോവെഞ്ചർ അക്കൗണ്ട് അറ്റ് ടു ജോയിൻറ്റ് വെഞ്ചർ.
ബാലൻസ് ഇൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നതായിരിക്കും പ്രോഫിറ്റ് ഓർ ലോസ്. 6C. Shyam and Remy are entered into business of buy and sale of food grains for a period of 1 year and sharing profits. കുറച്ച് നാളത്തേന് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു എഗ്രിമെൻറ്റ് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. അതിന് പറയുന്ന പേരായിരിക്കും ജോയിൻ വെഞ്ചർ. മെമ്മോറാണ്ടം ജോയിൻ വെഞ്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓരോ കോവഞ്ചറും അവരവരുടെ ബുക്കിൽ അവരവരുടെ ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുവാണെങ്കിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? കോവഞ്ചേഴ്സ് അക്കൗണ്ട്. Which of the following is allowed by consignor to consignee to encourage consignee in putting hard work in introducing a new product? ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമ്മീഷൻ പറയുന്ന പേരായിരിക്കും ഏത്? ഓവർ റൈഡിങ് കമ്മീഷൻ കേട്ടോ, അല്ല ഹാർഡ് വർക്ക് കമ്മീഷൻ ഒന്നുമല്ല. Kaveri's acceptance which was endorsed by us in favor of Salim is dishonored, then the amount will be debited in our books too. നമുക്ക് കാവേരീസ് അക്സെപ്റ്റൻസ് വിച്ച് വാസ് എൻഡോഴ്സ്ഡ് അസ് ഇൻ ഫേവർ ഓഫ് സലീം. നമുക്ക് കാവേരിയുടെ അടുത്തുനിന്ന് ഒരു ബില്ല് കിട്ടി, നമ്മളത് സലീമിന് എൻഡോഴ്സ് ചെയ്തു. അത് ഡിസോണർ ആകുമ്പോൾ നമ്മുടെ ബുക്കിലുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ കാവേരിയോട് വീണ്ടും പൈസ വെക്കണം. കാവേരി അക്കൗണ്ടിൻ്റെ സലീം എന്നായിരിക്കും. അപ്പോൾ ആരെ ഡെബിറ്റ് ചെയ്യണ്ടേ? കാവേരീനെ. ട്രൂ ഓർ ഫോൾസ് ഒന്നും ഇപ്പോൾ ഇല്ല, ഫില്ലിംഗ് ബ്ലാങ്ക്സ് ഒന്നുമില്ല. then അടുത്തത് വലിയ പ്രോബ്ലത്തിലേക്ക് ഞാൻ അങ്ങനെ പോകുന്നില്ല, കാരണം അതിന് ടൈം എടുക്കുന്നുണ്ട്. ഇതോടൊന്ന് നോക്കിയിട്ട് പോകട്ടോ. MCQC ഞാൻ ബേസിക് ഇതിനുള്ള ചെറിയ MCQC ഞാനൊന്ന് കവർ ചെയ്ത് പോകാം. എന്തിനാണെന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. 30 മാർക്കിൽ MCQs തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി തന്നെ നിങ്ങൾ പാസ്സായി. ആ പടം 40 മാർക്ക് മതി. 30 മാർക്ക് MCQ ഉണ്ട്. 30 ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. ഇതാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി തേർഡ് ചാപ്റ്ററിലോ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ. കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ട്രേഡിംഗ് അക്കൗണ്ട്, P&L വരും. ഇനി അതൊരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, P&L, പിന്നെ ഒരു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരും. പിന്നെ ബാലൻസ് ഷീറ്റ്, പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് ഇതൊക്കെ അറിയാലോ. ഒരു ട്രയൽ ബാലൻസ് കിട്ടി അതിൽ നിന്ന് നേരെ P&L ബാലൻസ് ഷീറ്റും വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെ? ക്ലോസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ ട്രേഡിംഗിന് ക്രെഡിറ്റ് സൈഡ്, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ എക്സ്പെൻസിനോട് ആഡ് ചെയ്യണം, ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡ് കാണിക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ എക്സ്പെൻസിൽ നിന്ന് കുറക്കണം, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കണം. ഇൻകം റിസീവ്ഡിന് അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ ഇൻകത്തിൽ നിന്ന് കുറക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇനി അക്രൂഡ് ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ ഇൻകത്തിനോട് ആഡ് ചെയ്യണം, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കണം. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ P&L ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, ഡെപ്റ്റ് നിന്ന് കുറയ്ക്കണം. ഇനി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ P&L ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, പൊതുവേ ഡെപ്റ്റ് നിന്ന് കുറയ്ക്കണം. ദെൻ ഇനി അത് ഓൾറെഡി ട്രയൽ ബാലൻസ് ഉള്ളൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിലോ അത് പ്രൊവിഷൻ അക്കൗണ്ട് ഓൾറെഡി ഉള്ള പ്രൊവിഷനിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് P&L നെറ്റ് എമൗണ്ട് കാണിച്ചാൽ മതി. ദെൻ ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ P&L ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, പിന്നെ അസറ്റിൽ നിന്ന് കുറയ്ക്കണം. ഇങ്ങനെയുള്ള കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാലോ, അത്രേ ഉള്ളത്. ദെൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ക്യാഷ് ബുക്ക് പോലെ. പൈസ വന്നേ ഒരു വർഷത്തെ ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറി. അത് പൈസ വന്നതെല്ലാം റിസീപ്റ്റ് സൈഡിൽ, പൈസ പോയതെല്ലാം പേയ്മെൻറ്റ് സൈഡിൽ. ഒരു വർഷത്തെല്ലാം കൂടെ കൂട്ടി ഒരു സമ്മറി പോലെ കാണിക്കും. ക്ലിയർ? അതിപ്പോൾ ഏത് വർഷത്തെ കഴിഞ്ഞ വർഷം കിട്ടാനുള്ള ഇപ്പോൾ കിട്ടിയാലും റിസീപ്റ്റ് സൈഡിൽ വരും. അടുത്ത വർഷം കിട്ടാനുള്ള അഡ്വാൻസ് ആയിട്ട് കിട്ടിയാലും റിസീപ്റ്റ് സൈഡിൽ വരും. ഈ വർഷത്തെ കിട്ടാനുള്ള കിട്ടിയാലും റിസീപ്റ്റ് സൈഡിൽ വരും. ഏത് വർഷത്തെ എന്ത് റിസീപ്റ്റും വരും. അതിപ്പം നമ്മുടെ ഇൻകം ആണെങ്കിലും വരും, അതിപ്പോൾ ക്യാപിറ്റൽ റിസീപ്റ്റ് ആണെങ്കിൽ എന്ത് റിസീപ്റ്റ് ആണെങ്കിലും വരും. പേയ്മെൻറ്റ് സൈഡിൽ അതുപോലെ കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ള ഇപ്പോൾ കൊടുത്താലും ഈ വർഷത്തെ കൊടുത്താലും അടുത്ത വർഷത്തെ അഡ്വാൻസ് ആയിട്ട് കൊടുത്താലും എല്ലാം പേയ്മെൻറ്റ് സൈഡിൽ വരും. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുക്കുമ്പോഴോ ഇൻകം സൈഡിൽ ഈ വർഷത്തെ റവന്യൂ റിസീപ്റ്റ്സ് മാത്രമേ നമുക്ക് വരുള്ളൂ. ഈ വർഷത്തെ റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ സൈഡിലോ ഈ വർഷത്തെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത വർഷത്തെ അഡ്വാൻസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ബാലൻസ് ഷീറ്റ് യൂഷ്വലി പോലെ തന്നെ. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ മെയിൻലി 2 ബാലൻസ് ഷീറ്റ് വരയ്ക്കേണ്ടി വരും. ഒന്ന് ഈ വർഷത്തെ, പിന്നെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റും. ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ഓക്കെയാണെന്നും കരുതുന്നു. അപ്പോൾ ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഒരു ഇൻകം തരും, ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് നമുക്ക് തരും, അതിൽ നിന്ന് ഇൻകം കണ്ടുപിടിക്കണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിൽ നിന്ന് ഇൻകം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് നമുക്കറിയാം, അതിൽ ഓപ്പണിങ്ങിൽ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം കിട്ടാനുള്ളതോ ഈ വർഷം കിട്ടിക്കാണും, അപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് കുറയ്ക്കുക. ഓപ്പണിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ക്ലോസിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ്ങോ ഇതുവരെ കിട്ടിയിട്ടില്ല, അപ്പോൾ റിസീവ്ഡിനോട് ആഡ് ചെയ്യുക, അപ്പോൾ ഇൻകം വരുള്ളൂ. ഇനി ഓപ്പണിങ്ങിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഏത് വർഷത്തെ ഇൻകം? ഈ വർഷത്തെ. അപ്പോൾ ഈ വർഷം കിട്ടിയിട്ടില്ല, പക്ഷേ ഇൻകം ആയിട്ട് എടുക്കണം. അപ്പോൾ ഓപ്പണിങ്ങിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലോസിങ്ങിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം കിട്ടി, പക്ഷേ അത് ഈ വർഷത്തെ അല്ല അടുത്ത വർഷത്തെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻകം ഫിഗർ കിട്ടും. ക്ലിയർ? ഇതൊക്കെയാണ് അതിനകത്തെ മെയിൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. 2 മെത്തേഡുണ്ട്. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വേഴ്സ് വരച്ച് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ക്യാപിറ്റൽ എടുക്കുക, അതിനോട് ക്യാപിറ്റൽ ഇപ്പോൾ ഓൾറെഡി എന്തൊക്കെ കുറച്ചിട്ടുണ്ട് അതെല്ലാം ആഡ് ബാക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ കുറച്ചിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ കുറച്ചിട്ടുണ്ടാവും, അതൊക്കെ ആഡ് ബാക്ക് ചെയ്യുക. ഓൾറെഡി എന്തൊക്കെ കൂട്ടിയിട്ടുണ്ടോ? അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കൂട്ടിയിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂട്ടിയിട്ടുണ്ടാവും, ഇനി സാലറി ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടുണ്ടാവും, അതൊക്കെ കുറയ്ക്കുക. അപ്പം നമുക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് എത്രയാണ് വന്നിരിക്കുന്നത്, പ്രോഫിറ്റ് എത്രയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടും.
അങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ പക്ക ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിലോ വർക്കിംഗ് നോട്ട് മിനിമം 4 വേണം. ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, പിന്നെ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് ബുക്ക്. ഈ 4 ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഈ വർക്കിംഗ് വരയ്ക്കുക. ഇതിൽ നിന്ന് കുറേ ഐറ്റംസ് കണ്ടുപിടിച്ചെടുക്കുക. എന്നിട്ട് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെയാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? അത്യാവശ്യം നല്ലൊരു വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്കാണിത്. ഓക്കെ, നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് MCQs ഒന്ന് നോക്കിയാലോ. ഇൻ കേസ് ഓഫ് എ ക്ലബ് ദ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം എന്നു പറയും, ഡെഫിസിറ്റ് എന്ന് വിളിക്കും. ഡ്യൂ ടു റെട്രോസ്പെക്റ്റീവ് എഫക്ട് ദ റിവിഷൻ ഓഫ് സാലറീസ് ഓഫ് എംപ്ലോയീസ് അരിയേഴ്സ് ഓഫ് സാലറി റിലേറ്റിംഗ് ടു പാസ്റ്റ് ഇയേഴ്സ് പേബിൾ ഇൻ കറണ്ട് ഇയർ. ഇത് ശരിക്കും ചാപ്റ്റർ 9 വരേണ്ട റൂൾ കേട്ടോ. കഴിഞ്ഞ വർഷത്തെ സാലറീസ് ഇപ്പം നമ്മൾ ഹൈക്ക് കൊടുത്തു, അതുകൊണ്ട് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാലോ അത് ഓർഡിനറി ഐറ്റം റിക്വയറിംഗ് സെപ്പറേറ്റ് ഡിസ്ക്ലോഷർ, അത് AS5 ബേസിലുള്ള ചാപ്റ്റർ 9 വരേണ്ട റൂളുമാണ് കേട്ടോ. ദെൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് അപ്പിയർ ഇൻ P&L? P&L വരാത്ത ഏതായിരിക്കും? ക്യാപിറ്റൽ. ദെൻ ഏറ്റവും എളുപ്പമുള്ളതല്ലേ, ഇതേ മോഡലൊക്കെ തന്നെ എക്സാമിന് ചോദിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എവിടെ കാണിക്കണം? ഔട്ട്സ്റ്റാൻഡിങ് സാലറി അഡ്ജസ്റ്റ്മെൻറ്റ്, അത് ഡിപ്പെൻസ് കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ട്രയൽ ബാലൻസിന് ഉള്ളിലാണെങ്കിൽ ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി, അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിലോ അപ്പോൾ ക്വസ്റ്റനിൽ ക്ലാരിറ്റി വേണമായിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെങ്കിലോ ലൈബിലിറ്റി ആയിട്ട് കാണിക്കണം, P&L എക്സ്പെൻസിൻ്റെ കൂടെ ആഡും ചെയ്യണം. അപ്പോൾ ശരിക്കും അതിനകത്ത് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. സെറ്റ്? ക്ലിയർ? ചെറിയ MCQസിലേക്ക് ഞാൻ പോകുന്നുള്ളൂ. ബാക്കിയുള്ള MCQs തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് പോകാം കേട്ടോ. മാക്സിമം സ്റ്റഡി മെറ്റീരിയൽ ബാക്കിയുള്ളതെങ്കിലും, കാരണം MCQs കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ധൈര്യമാണ്. ക്ലിയർ? ഇനി അടുത്തത് പാർട്ണർഷിപ്പ്. നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയയാണ് പാർട്ണർഷിപ്പ്. ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കൂടി ചേർന്നൊരു ചെയ്യുന്ന ബിസിനസ്. പാർട്ണർഷിപ്പിലേക്ക് പുതിയൊരു പാർട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ, പുതിയ പാർട്ണർ വരുവാണ്, അവരുടെ അടുത്ത് നിന്ന് എന്തൊക്കെ മേടിക്കണം? ക്യാപിറ്റൽ മേടിക്കണം. പിന്നെ ഇന്ന് വരെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തൊരു ബിസിനസ്സിന് ഒരു ഗുഡ് വിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിനൊരു ഷെയറോടെ അവരുടെ അടുത്ത് നിന്ന് മേടിക്കണം. എന്നിട്ട് എന്തൊക്കെ ഈ പാർട്ണർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്ര പ്രോഫിറ്റ് കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ തീരുമാനമാക്കിയിട്ടുണ്ടാവണം. എന്നിട്ട് ഒരു റിസർവ് എന്തെങ്കിലും ബുക്കിൽ കിടക്കുന്നുണ്ടെങ്കിലോ അത് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വീതിച്ചെടുക്കണം. റിസർവ് എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് അതിന് പുതിയ പാർട്ണർ കൊടുക്കണം, അത് ഓൾറെഡി വീതിച്ചെടുക്കാം. ഇനി എന്തെങ്കിലും റീവാല്യൂ ചെയ്യാനുണ്ടെങ്കിൽ അത് റീവാല്യൂ ചെയ്ത് അതിൻ്റെ ലാഭനഷ്ടം നമ്മൾ ഓൾഡ് റേഷ്യോ വീതിച്ചെടുക്കണം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് റീവാലുവേഷൻ ചെയ്യുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടിയ ലാഭം റീവാലുവേഷൻ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അസറ്റ് ലൈബിലിറ്റി കുറഞ്ഞ ലാഭം അത് റീവാലുവേഷൻ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അസറ്റ് വാല്യൂ കുറഞ്ഞ നഷ്ടം റീവാലുവേഷൻ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ലൈബിലിറ്റി കൂടിയ നഷ്ടം റീവാലുവേഷൻ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. എന്നിട്ട് ബാലൻസ് ചെയ്യും. പ്രോഫിറ്റ് ലോസ് ഓൾഡ് പാർട്ണേഴ്സിന് ഓൾഡ് റേഷ്യോ വീതിച്ച് കൊടുക്കണം. ക്ലിയർ? ഇനി ചിലപ്പം നമ്മൾ പറയും റീവാലുവേഷൻ ചെയ്യേണ്ട, ബുക്കിൽ പഴയ വാല്യൂ തന്നെ കാണിച്ചാൽ മതി. അപ്പം മെമ്മോറാണ്ട് റീവാലുവേഷൻ ചെയ്യണം. ഈ ചെയ്തെല്ലാം കൂടെ ലാഭം നഷ്ടം ഓൾഡ് പാർട്ണേഴ്സിന് ഓൾഡ് റേഷ്യോ വിധിക്കുക. എന്നിട്ട് ഇതെല്ലാം നേരെ റിവേഴ്സ് ചെയ്യുക. അപ്പം ലാഭം വന്ന സ്ഥിതിക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യുമ്പോൾ നഷ്ടം വരും. ആ നഷ്ടം ഇൻക്ലൂഡിങ് പുതിയ പാർട്ണർക്ക് ന്യൂ റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. മെമ്മോറാണ്ടം റിവാലുവേഷൻ. പിന്നെ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ത് ചെയ്യണം? അവരുടെ ക്യാപിറ്റലായിട്ട് കാണിക്കണം. ഷെയർ ഓഫ് ഗുഡ് വില്ലോ അത് ആരാണോ ഇയാൾ വരാൻ വേണ്ടി പ്രോഫിറ്റ് സാക്രിഫൈസ് അവർക്ക് കിട്ടണം. അപ്പോൾ ഗുഡ് വില്ലിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്രയുള്ളൂ. ഗെയിനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടു, സാക്രിഫൈസിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതൊക്കെ അഡ്മിഷനാണ്, റിട്ടയർമെൻ്റ് ആണ്, ഡെത്ത് ആണെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം സെയിം ആട്ടോ. അഡ്മിഷനാണ് പൈസ ഇങ്ങോട്ട് കിട്ടും, റിട്ടയർമെൻറ്റാണ് അങ്ങോട്ട് കൊടുക്കണം, ഡെത്ത് ആണെങ്കിലും അങ്ങോട്ട് കൊടുക്കണം. ക്ലിയർ? അത്രയുള്ളൂ വ്യത്യാസം. ഇനി കൊടുത്തില്ലെങ്കിൽ അത് ലോണായിട്ട് മാറ്റും. ഇനി ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നതോ പാർട്ട്നേഴ്സിൻ്റെ ലൈഫിൻ്റെ മേലെ എടുത്തിരിക്കുന്ന ഒരു പോളിസി ആയിരിക്കും, ലൈഫ് ഇൻഷുറൻസ് പോളിസി ആയിരിക്കും. അതോ റിട്ടയർമെൻറ്റ് ആണെങ്കിൽ നമുക്ക് സറണ്ടർ വാല്യൂ കിട്ടുള്ളൂ, ഡെത്ത് ആണെങ്കിൽ ഫുൾ പോളിസി എമൗണ്ട് മുഴുവൻ കിട്ടും. ഇനി അഡ്മിഷൻ്റെ ഇനി അത് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി മെയിൻലി 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് എക്സ്പെൻസ് മെത്തേഡ്, അടയ്ക്കുന്ന പ്രീമിയം മുഴുവൻ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡ്. അങ്ങനെയാണ് കിട്ടുന്ന എമൗണ്ട് മുഴുവൻ ലാഭം പോലെ പാർട്ട്നേഴ്സിന്, ആ ലാഭം പോലെ അത് മുഴുവൻ പാർട്ട്നേഴ്സിന് ഓൾറെഡി റേഷ്യോ വീതിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ആ കിട്ടിയ എമൗണ്ട് മുഴുവൻ ലാഭമായിട്ട് ക്രെഡിറ്റ് ചെയ്യണം. അല്ലെങ്കിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അസറ്റ് മെത്തേഡ്. അസറ്റ് മെത്തേഡ് ആണെങ്കിലോ ഇപ്പോൾ സറണ്ടർ വാല്യൂവിൽ അസറ്റായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ടാകും. അതിലും കൂടുതൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ ലാഭം മാത്രം പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുക്കുക. ക്ലിയർ? ഫുൾ എമൗണ്ട് അല്ല. ആ ജോയിൻ ലൈഫ് പോളിസി ഇപ്പോൾ ബാലൻസ് 10,000 കിട്ടി, ഇപ്പോൾ 12,000 കിട്ടി, ആ 2,000 ലാഭം മാത്രം വീതിച്ച് കൊടുക്കുക. ക്ലിയർ? ഇനി റിസർവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജോയിൻ ലൈഫ് പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അസറ്റും കാണും, ഒരു ലൈബിലിറ്റി കാണും. അസറ്റ് ഉണ്ടെങ്കിലോ കിട്ടിയ എമൗണ്ട് അതിലും കൂടുതലാണ്, ലാഭം നഷ്ടം മാത്രം പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുക്കുക. പിന്നെ റിസർവ് എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുക്കുക. ക്ലിയർ? പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബിസിനസ് കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അസറ്റ്സ് ലൈബിലിറ്റീസ് എല്ലാം ബുക്ക് വാല്യൂ തന്നെ റിയലൈസേഷനിലേക്ക് ക്ലോസ് ചെയ്യുക, എക്സെപ്റ്റ് ബാങ്ക് ബാലൻസ്. അസറ്റ് ലൈബിലിറ്റി റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യുക. അസറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ റിയലൈസേഷൻ ടു അസറ്റ്, ലൈബിലിറ്റി ക്ലോസ് ചെയ്യുമ്പോൾ ലൈബിലിറ്റീസ് ടു റിയലൈസേഷൻ. എന്നിട്ട് അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസയോ ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ. ലൈബിലിറ്റീസ് കൊടുക്കുമ്പോഴോ റിയലൈസേഷൻ ടു ബാങ്ക്, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കുമ്പോൾ റിയലൈസേഷൻ ടു ബാങ്ക്. എന്നിട്ട് അവസാനം എല്ലാം കൊടുത്തതിന് ശേഷം റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, ലാഭം നഷ്ടം പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കുക. ഏത്? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഒരു മാജിക് നടക്കും. കയ്യിലിരിക്കുന്ന ബാങ്ക് ബാലൻസും പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള പൈസ എല്ലാം സെയിം ആയിരിക്കും, അത് പാർട്ട്നേഴ്സിന് കൊടുത്തു വിടുക. ഇനി ഏതെങ്കിലും ഒരു പാർട്ണർ ഇൻസോൾവെൻ്റ് ആയാലോ
അപ്പം നമ്മൾ എന്ത് ചെയ്യണം വരും, ഗാർണർ വേഴ്സസ് മുറേ റൂൾ പ്രകാരം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻസോൾവെൻറ്റ് പാർട്ണർക്ക് ഇൻസോൾവെൻ്റ് ആയി, അതുകൊണ്ട് അവർക്ക് നമുക്ക് കുറച്ച് പൈസ കിട്ടത്തില്ലെങ്കിലോ ആ നഷ്ടം ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിൽ ആ നഷ്ടം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഏത് പാർട്ണർ ഇൻസോൾവെൻ്റ് ആയതുകൊണ്ട് അയാൾ തരാനുള്ള പൈസ നമുക്ക് കിട്ടത്തില്ല, ആ നഷ്ടം ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ റേഷ്യോ വീതിക്കേണ്ടി വരും. റിയലൈസേഷൻ ലോസ് ഒക്കെ അത് നോർമലി പോലെ തന്നെ പാർട്ട്നേഴ്സിന് എല്ലാവർക്കും എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വീതിക്കണം. പിന്നെ അപ്പം തന്നെ റിയലൈസേഷൻ ലോസിന് തുല്യമായിട്ടുള്ള എമൗണ്ട് ബാക്കിയുള്ള സോൾവെൻറ്റ് പാർട്ട്നേഴ്സ് എല്ലാവരും പൈസയായിട്ട് കൊണ്ടുതരണം. ഇനി ഇൻസോൾവെൻറ്റ് പാർട്ണർ ഇൻസോൾവെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിലോ ഇനി അത് കിട്ടത്തില്ല. അങ്ങനെ വന്ന ആ നഷ്ടം നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊക്കെ അതിനകത്ത് വരുന്നത്. പിന്നെ പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ, ഒരു അസറ്റ് വിറ്റ് അപ്പം തന്നെ നമ്മൾ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവസാനം പാർട്ട്നേഴ്സിന് പൈസ കൊടുക്കുമ്പോൾ എല്ലാവരും അടി കൂടും. അതിന് 2 മെത്തേഡുണ്ട്. ഹൈയസ്റ്റ് റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡ്, ഹൈയസ്റ്റ് റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡ് അല്ലെങ്കിൽ സർപ്ലസ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും, ആരുടെ ക്യാപിറ്റലാണ് ഇൻ പ്രോഫിറ്റ് റിലേറ്റീവ് കൂടുതലുള്ള അവരുടെ ക്യാപിറ്റൽ കൊടുത്തു വിട്ട് ക്യാപിറ്റൽ പ്രോഫിറ്റ് റിലേറ്റീവ് പ്രോഫിറ്റ് റേഷ്യോയിലാക്കി എടുത്ത് എന്നിട്ട് എല്ലാ പാർട്ട്നേഴ്സിനും ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പേയ്മെൻറ്റ് കൊടുക്കും. ഇനി മാക്സിമം ലോസ് മെത്തേഡുണ്ട്. ഈ ഇൻസ്റ്റാൾമെൻറ്റ് ലാസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിലോ ആകെ കൊടുക്കാനുള്ള ക്യാപിറ്റൽ ഇത്രേ കൊടുക്കാൻ ബാക്കിയുള്ളൂ. അപ്പം മാക്സിമം ലോസ് വരും. ആ ലോസ് എല്ലാ പാർട്ട്നേഴ്സിനും വീതിച്ച് കൊടുക്കാം. അപ്പം ബാലൻസ് എത്ര വരുന്നുണ്ടോ അതായിരിക്കും ഓരോ പാർട്ട്നേഴ്സിനും കൊടുക്കാനുള്ളത്. എന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പിന്നെ അമാൽഗമേഷൻ കൺവേർഷൻ ഒക്കെ വല്ലപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് നേരെ MCQസിലേക്ക് പോയാലോ. സാക്രിഫൈസിങ് റേഷ്യോ എന്തായിരിക്കും? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സാക്രിഫൈസ് നടത്തിയേക്കുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചർ അല്ലാത്ത ഏതാ? മ്യൂച്വൽ ഏജൻസി അതുണ്ട്, എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ് ഉണ്ട്, അസോസിയേഷൻ 2 or more പേഴ്സൺസ് ഉണ്ട്, കമ്പൽസറി രജിസ്ട്രേഷൻ, കമ്പൽസറി അല്ല ഓപ്ഷനിലാണ് പാർട്ണർഷിപ്പിൻ്റെ, അപ്പോൾ അത് വരും. ജനറലി സാക്രിഫൈസിങ് റേഷ്യോ ഇസ് കൺസേൺ വിത്ത് സിറ്റുവേഷൻ. സാക്രിഫൈസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒരു പാർട്ണറെ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ, കാരണം അവർക്കൂടെ ഇതിന് പ്രോഫിറ്റ് കൊടുക്കണം. ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അക്കൗണ്ട് ഇസ് മെയിൻലി പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം. ഡിസൊല്യൂഷൻ്റെ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാ? ഡിസൊല്യൂഷൻ്റെ സമയത്ത് ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം. അത് ആൻസർ തെറ്റാട്ടോ. റിയലൈസേഷൻ അക്കൗണ്ടാണ് വരണ്ടേ, എമറോണ്ടർ റിവാലുവേഷൻ ഒന്നും അല്ല, റിയലൈസേഷൻ അക്കൗണ്ട് കേട്ടോ. പിന്നെ കുറച്ച് MCQs കിടപ്പുണ്ട്. MCQs ഒന്ന് നോക്കിയിട്ട് പോകട്ടോ. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ടൈം കൺസ്യൂമിംഗ് ആണ്. MCQs മാൻഡേറ്ററി ആയിട്ട് ലാസ്റ്റ് മൂവ്മെൻറ്റിൽ ഒന്ന് കവർ ചെയ്തിട്ട് പോവുക. കാരണം എക്സാമിന് തന്നെ നിങ്ങൾക്ക് കുറേ ഡിറ്റോ MCQs കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീസ് അക്കൗണ്ട്. ഇതിൽ കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് ഒക്കെ സ്റ്റഡി മെറ്റീരിയൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഏരിയയാണ് കേട്ടോ. ലീസ് അക്കൗണ്ട്. ലീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോങ് ടൈം റെൻറ്റ്. ഒരു വർഷത്തിനല്ല, മിനിമം 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം, അങ്ങനെ ഒരു ലോങ് ടൈം റെൻറ്റിന് നമ്മളൊരു പ്രോപ്പർട്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നവരാണ് ലീസ്. ലീസിനെ തന്നെ നമുക്ക് 2 എഴുതിയിരിക്കാം, ഫിനാൻസ് ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ്. ഫിനാൻസ് ലീസ് ആണെങ്കിലോ ലീസിന് എടുത്താൽ ആ പ്രോപ്പർട്ടി മേടിച്ചതുപോലെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഓപ്പറേറ്റിംഗ് ലീസാണ് സാധാരണ റെൻ്റൽ ട്രാൻസാക്ഷൻ പോലെ തന്നെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഫിനാൻസ് ലീസ് ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഓട്ടോമാറ്റിക്കലി ലീസ് ടൈം കഴിയുമ്പോൾ ഓണർഷിപ്പ് നമുക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ടെങ്കിലോ അത് ഫിനാൻസ് ലീസ് ആയിരിക്കും. ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് ലീസ് ടൈം കഴിയുമ്പോൾ അസറ്റ് മേടിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ടെങ്കിലോ അത് ഫിനാൻസ് ലീസ് ആയിരിക്കും. ഇനി ലീസ് ടൈം തന്നെ അസറ്റിൻ്റെ ലൈഫിൻ്റെ മേജർ പാർട്ട് കവർ ചെയ്യുന്നുണ്ട്. മോർ ദാൻ 75% ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. ഒരു അസറ്റ് 10 വർഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ലീസ് ടൈം തന്നെ 9 വർഷമുണ്ട്. അങ്ങനെയാണ് അത് ഫിനാൻസ് ലീസ് ആയിരിക്കും. ഇനി ഒരസറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലീസ് റെൻ്റൽസ് അത് അസറ്റിൻ്റെ ഫെയർ വാല്യൂവിൻ്റെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുന്നത് അസറ്റിൻ്റെ ഫെയർ വാല്യൂവിന് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ലീസിൽ നമുക്ക് കിട്ടുന്ന അസറ്റിൻ്റെയൊക്കെ റിട്ടേൺ ലീസ് റെൻ്റലിനൊക്കെ പ്രസൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ നമുക്കത് അസറ്റിൻ്റെ ഓൾമോസ്റ്റ് ഈക്വൽ ടു ഫെയർ വാല്യൂ ആവുന്നുണ്ടെങ്കിലും അത് ഫിനാൻസ് ലീസ് ആയിട്ട് എടുക്കാം. പിന്നെ ഒരു അസറ്റ് ഒരു സ്പെഷ്യൽ നേച്ചറിലുള്ള അസറ്റാണ്. വേറെ ആൾക്കാർക്ക് ഇനി ലീസിന് കൊടുക്കണമെങ്കിൽ ഒത്തിരി മോഡിഫിക്കേഷൻ നടത്തേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് തന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടി കിട്ടിയ അസറ്റ് ആയിരിക്കും, അതും ഫിനാൻസ് ലീസ് ആയിട്ട് എടുക്കാം. ഫിനാൻസ് ലീസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലോ അസറ്റ് മേടിക്കുമ്പോൾ നമ്മുടെ ബുക്കിൽ ഒരു എൻട്രി എഴുതണം, അസറ്റ് മേടിച്ച പോലെ എൻട്രി എഴുതണം. അസറ്റ് അക്കൗണ്ട് ടു ലെസർ ഏത് എമൗണ്ട് വേണം കാണിക്കാൻ, ഫെയർ വാല്യൂ ഓഫ് അസറ്റ് ഓർ പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ്സ്. പ്രസൻറ്റ് വാല്യൂ മിനിമം ലീസ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ലീസ് റെൻ്റൽ പ്ലസ് ഗ്യാരണ്ടി റെസിഡ്യൂവൽ വാല്യൂ. എന്ത് ഗ്യാരണ്ടി റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ലീസ് ടൈം കഴിയുമ്പോൾ നമ്മളൊരു അസറ്റ് തിരിച്ചു കൊടുക്കണം വേണ്ടേ. അപ്പോൾ അസറ്റ് മുഴുവൻ ഉപയോഗശൂന്യമായിട്ടാണ് കൊടുക്കുന്നതെങ്കിലോ ലെസർക്ക് നഷ്ടമല്ലേ. അതുകൊണ്ട് ലെസർ ചിലപ്പോൾ ഒരു 1 lakh rupees ലീസ് ടൈം കഴിയുമ്പോൾ അസറ്റിന് വാല്യൂ ഉണ്ടാവണമെന്ന് പറയും. പക്ഷേ ഞാൻ പറഞ്ഞു അതിലൊരു 60,000 എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ലെസർ എക്സ്പെക്ട് ചെയ്യുന്ന ഗ്യാരണ്ടി റെസിഡ്യൂവൽ വാല്യൂവിൽ നമ്മൾ ലെസി എത്ര ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടോ അതാണ് ഗ്യാരണ്ടി റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ലെസിയുടെ ബുക്കിലോ അസറ്റ് വാല്യൂ ചെയ്യുമ്പോൾ ലീസ് റെൻ്റലും ഗ്യാരണ്ടി റെസിഡ്യൂവൽ വാല്യൂ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുക, ഫെയർ വാല്യൂ എടുക്കുക, വിച്ച് ഈസ് ലോവർ അതാണ് അസറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി ഇത് ലെസറിൻ്റെ ബുക്കിലേക്ക് വരുമ്പോൾ അസറ്റ് വിറ്റതുപോലെ എൻട്രി എഴുതണം, അല്ലെങ്കിൽ ഗുഡ്സ് വിറ്റതുപോലെ എൻട്രി എഴുതണം. അപ്പോൾ എൻട്രി യൂഷ്വലി വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ലെസി അക്കൗണ്ട് ടു ഇനി ഒരു അസറ്റാണ് എടുത്ത് വിട്ടെങ്കിൽ ടു അസറ്റ്, ഇനി അത് അവരുടെ ഗുഡ്സ് ആണെങ്കിലോ ടു സെയിൽസ്. ഏത് എമൗണ്ട് കാണിക്കണം? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലീസ്. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലീസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ലീസ് റെൻ്റൽ പ്ലസ് ഗ്യാരണ്ടി റെസിഡ്യൂവൽ വാല്യൂ പ്ലസ് അൺഗ്യാരണ്ടി റെസിഡ്യൂവൽ വാല്യൂ എടുക്കും. പിന്നെ അതിനകത്ത് നമുക്ക് ചോദിക്കുന്ന ഒരു അൺഏൺഡ് ഫിനാൻസ് ഇൻകം ചോദിക്കാറുണ്ട്. അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ? ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ലീസ് മൈനസ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലീസ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ലീസ് എന്ന് പറഞ്ഞാൽ ലീസ് റെൻ്റൽ പ്ലസ് ഗ്യാരണ്ടി റെസിഡ്യൂവൽ വാല്യൂ പ്ലസ് അൺഗ്യാരണ്ടി റെസിഡ്യൂവൽ വാല്യൂ. അത് പ്രസൻറ്റ് വാല്യൂ എടുക്കാതെ നേരെ ടോട്ടൽ ചെയ്യുക.
അത് മൈനസ് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുന്ന എമൗണ്ട്, അതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലീസ്. അത് നമ്മളുടെ ഡിഫറൻസ്, അതായിരിക്കും അൺഎയിംഡ് ഫിനാൻസ് ഇൻകം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ ഓപ്പറേറ്റിംഗ് ലീസ് ആണെങ്കിലോ സാധാരണ റെൻ്റൽ ട്രാൻസാക്ഷൻ, റെൻറ്റ് കൊടുക്കുന്ന ലീസ് റെൻ്റ് ഒരു എക്സ്പെൻസ് പോലെ ട്രീറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പം 3 വർഷമാണ് ലീസ് റെൻ്റ് എന്ന് കരുതിക്കോ, 3 വർഷം ലീസ് പീരീഡ്, 3ാമത്തെ വർഷം മാത്രം റെൻറ്റ് കൊടുത്താൽ മതി. ആദ്യത്തെ 2 വർഷം റെൻറ്റ് ഫ്രീ ആണെങ്കിലോ ആദ്യത്തെ 2 വർഷം റെൻറ്റ് ബുക്ക് ചെയ്യണം, 3ാമത്തെ വർഷം ഫുൾ റെൻറ്റ് ബുക്ക് ചെയ്യണം. അങ്ങനെയല്ല, ഈ ലീസ് റെൻറ്റ് 3 വർഷം ഈക്വലി നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. 3 വർഷം ഈക്വലി എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ്പെൻസ് കൊടുക്കുന്നതിൻ്റെ ബേസിസിലല്ല എടുക്കേണ്ടത്. ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എല്ലാ വർഷവും ഈക്വലി എടുക്കണം, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് ഈ അസറ്റ് ലീസിന് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നത്, അതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ പറയുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ്റെ പാറ്റേണിൽ നമ്മൾ എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈക്വലി എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ഇനി ഇൻകം കാണിക്കുമ്പോൾ അതുപോലെ തന്നെ ഇൻകം ലീസ് റെൻറ്റ് കിട്ടുന്നത് ഓരോ വർഷം പല പല എമൗണ്ട് ആയിരിക്കും. ഒന്നെങ്കിൽ അത് ഈക്വലി പിയാനിൽ ഇൻകം ആയിട്ട് കാണിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ 3 വർഷത്തെ പ്രൊഡക്ഷൻ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു റേഷ്യോ കാണിക്കുക. പിന്നെ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ഉണ്ട്. നമ്മൾ വിറ്റു തിരിച്ച് ലീസിന് എടുക്കുന്നു. സെയിൽ ആൻഡ് ലീസ് ബാക്ക് വിറ്റു എന്നിട്ട് തിരിച്ച് ലീസിന് എടുക്കുന്നു. ഒരു ഫിനാൻസിങ് പർപ്പസിന് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഒരു അസറ്റ് വിറ്റു എന്നിട്ട് തിരിച്ച് നമ്മളത് ലീസിന് എടുക്കും, നമുക്കൊരു പൈസ കിട്ടും. അത് ഫിനാൻസ് ലീസിലാണ് വരുന്നതെങ്കിലോ തിരിച്ച് ഫിനാൻസ് ലീസിൽ തന്നെ എടുക്കുകയാണെങ്കിലോ ലാഭം നഷ്ടം, അസറ്റ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭം നഷ്ടം അത് ഡെഫർ ചെയ്യണം. ഫിനാൻസ് ലീസ് എത്ര നാളാണോ അത്രയും നാളത്തേനായിട്ട് ഇൻകം ആയിട്ടോ എക്സ്പെൻസ് ആയിട്ട് അത് ബുക്ക് ചെയ്യാവുള്ളൂ. ഇനി അത് ഓപ്പറേറ്റിംഗ് ലീസ് ആണെങ്കിലോ തിരിച്ച് ഞാൻ ഓപ്പറേറ്റിംഗ് ലീസിനാണ് എടുക്കുന്നതെങ്കിൽ സെയിൽ പ്രൈസ് ഈസിക്കൽ ടു ഫെയർ വാല്യൂ ആണെങ്കിലോ ഫെയർ വാല്യൂ തന്നെയാണ് വിറ്റതെങ്കിൽ ജെന്യുവൻ ലാഭം നഷ്ടമാണ്, അതപ്പോൾ തന്നെ പിയാനിൽ റെക്കോർഡ് ചെയ്യുക. ഇനി ഫെയർ വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് വിറ്റത് എന്നിട്ട് ലാഭമാണ്, ദാറ്റ് മീൻസ് ബുക്ക് വാല്യൂ അത്രയും കുറവായിരുന്നു, എന്നിട്ട് ലാഭമാണെങ്കിൽ ലാഭം അപ്പം ബുക്ക് ചെയ്യുക. നഷ്ടമാണെങ്കിലോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കുക. ഞാനിപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റിട്ടോ തിരിച്ച് ഞാൻ കുറഞ്ഞ ലീസ് റെൻറ്റിന് എടുക്കുവാണെങ്കിലോ നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. അങ്ങനെയാണ് ഈ നഷ്ടം ഷുഡ് ബി ഡെഫേർഡ് ആൻഡ് അമോർട്ടൈസ്. ഇത് ജെന്യുവൻ ലോസ് ആണ്, ഞാൻ തിരിച്ച് ലീസിന് എടുക്കുമ്പോൾ ലീസ് റെൻറ്റിൽ കുറവൊന്നുമില്ല. അങ്ങനെയാണെങ്കിലോ ആ ലോസ് ഇമ്മീഡിയറ്റ്ലി അപ്പോൾ തന്നെ ബുക്ക് ചെയ്യണം. ഇനി ഫിനാൻസ് പിന്നെ തിരിച്ച് ലീസിന് എടുക്കുമ്പം സെയിൽ പ്രൈസ് ഫെയർ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിലോ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ജെന്യുവിന് നമുക്ക് കിട്ടേണ്ട പൈസയാണ്, അതിലും കൂടുതൽ എമൗണ്ട് അയാൾ തന്നിട്ടുണ്ടെങ്കിലോ ആ ലാഭം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ബുക്ക് വാല്യൂ ഫെയർ വാല്യൂയിലേക്ക് മാറ്റുക, ബുക്ക് വാല്യൂവിനെ പിടിച്ച് ഫെയർ വാല്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ വരുന്ന ലാഭം നഷ്ടം അപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. ഇനി ഫെയർ വാല്യൂ സെയിൽ പ്രൈസ് നമ്മൾ ഡിഫറൻസ്, ആ ലാഭം എന്ത് ചെയ്യണം, ഷുഡ് ബി ഡെഫേർഡ് ആൻഡ് അമോർട്ടൈസ്ഡ്. ക്ലിയർ? നിങ്ങൾ കേട്ടില്ലെങ്കിലും മേടിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. 100% അറിയണമെന്നില്ല ഒട്ട പാസ്സാവാൻ, കാരണം 50 മാർക്ക് കട്ട് ഓഫ് ഉള്ളൂ. 60-70 ഈസി ആയിട്ട് നമുക്ക് മേടിക്കാം. നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻപുട്ട് മാത്രം മതി. 2 ക്വസ്റ്റ്യനും നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ? നമുക്കിതിൻ്റെ MCQs ഒന്ന് നോക്കിയാലോ. MCQ. Then the person who undertakes an agreement conveys to another person right to use in return for an asset for an agreed period of time. The person who undertakes and conveys to another person right to use an asset for an agreed period of time. കൺവേച്ചു നമ്മൾ വേറൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അസറ്റ് ഉപയോഗിക്കാനുള്ള റൈറ്റ് കൊടുത്തു വിടുന്നു. അവർക്ക് പറയുന്ന പേരായിരിക്കും ഏത്? ലെസർ. നമ്മൾ ഈ കൊടുത്തു വിടുന്ന ആൾക്ക് പറയുന്ന പേരായിരിക്കും ലെസർ. ഓപ്പറേറ്റിംഗ് ലീസ് ഈസ് റിവോക്കബിൾ ലീസ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഉള്ളത് ക്യാൻസൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന റിസൽ നോട്ടീസ് പീരീഡ് ഉണ്ടാവും, അതിന് മുമ്പ് അത് കൊടുത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. വിച്ച് ലീസ് ട്രാൻസ്ഫർ സബ്സ്റ്റാൻഷ്യലി ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഇൻസിഡന്റ് ടു ഓണർഷിപ്പ് ആൻഡ് അസറ്റ്. ഓണർഷിപ്പ് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ലീസ് ഏതാ? ഫിനാൻസ് ലീസ്. 3B. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് ലീസ് എക്സ്പെൻസ് ലൈക്ക് മെയിൻ്റനൻസ് റിപ്പയർസ് ആൻഡ് ടാക്സ് ആർ ടു ബി ലെസർ. ലെസർ തന്നെ പേ ചെയ്യുന്നത് ഏതായിരിക്കും? അത് ഓപ്പറേറ്റിംഗ് ലീസിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിട്ടില്ല എന്നുള്ള രീതി ട്രാൻസ്ഫർ ചെയ്യുന്നതല്ലേ ഓപ്പറേറ്റിംഗ് ലീസ്. ഷോർട്ട് ടൈം ലീസ് വിച്ച് ഈസ് ഓഫൻ ക്യാൻസലബിൾ ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് ലീസ്. 5C. ഷോർട്ട് ടൈം ലീസസ് ആയിരിക്കും. ദെൻ ലീസ് വിച്ച് ഈസ് ജനറലി നോട്ട് ക്യാൻസലബിൾ ആൻഡ് കവേഴ്സ് ഫുൾ എക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ് ഈസ് ജനറലി നോൺ ആസ് ഫിനാൻസ് ലീസ്. ദെൻ one difference between operating lease and finance lease is there is often an option to buy in operating lease. illa often call options finance lease. No, operating lease is generally cancelable by lessee not operating lease വേണേൽ lessee cancel ചെയ്യാം. finance lease is generally cancelable by lessee അല്ല വേണ ലെസറിന് ക്യാൻസൽ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതുള്ളൂ. അപ്പോൾ 7C വരും. ക്ലിയർ? MCQs ഓക്കെ ആണോ? നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് ഡിപ്പാർട്ട്മെൻറ്റും ബ്രാഞ്ചും. വലിയ ചാപ്റ്ററുകളിലൊന്നാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സ് ഓട്ടോമാറ്റിക്കലി ചുമ്മാ എന്ന് പറയാം. ബ്രാഞ്ച് നമുക്കൊരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഉണ്ടെങ്കിലോ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സ് നമുക്ക് 2 രീതി ചെയ്യാം. ഒന്ന് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സ് ഹെഡ് ഓഫീസ് തന്നെയാണ് ചെയ്യുന്നതെങ്കിലോ അതിനെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് വിളിക്കാം. ഇനി ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സ് ബ്രാഞ്ച് സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിലോ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് വിളിക്കാം. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ആണ് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് ഒക്കെ അറിയാൻ വേണ്ടി നമുക്ക് മെയിൻലി
മെയിൻലി 2-3 മെത്തേഡുണ്ട്. ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡുണ്ട്, അത് അങ്ങനെ എക്സാമിൻ റേറ്റിൽ ചോദിക്കാറുള്ളൂ. ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ്, ഡെപ്റ്റേഴ്സ് മെത്തേഡുണ്ട്, ഒരു ബ്രാഞ്ച് അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ ലാഭനഷ്ടം കണ്ടുപിടിക്കുന്നത്. പിന്നെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡുണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ബ്രാഞ്ച് ക്യാഷ്, ബ്രാഞ്ച് അസറ്റ്സ്, ബ്രാഞ്ച് ലയബിലിറ്റീസ്, ബ്രാഞ്ച് പി ആൻഡ് അങ്ങനെ ഒരുപാട് അക്കൗണ്ട് വരച്ച് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന രീതിയുണ്ട്. പിന്നെ ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് കുടിച്ചു കൊടുക്കുന്ന കോസ്റ്റിലാണെങ്കിലും സെല്ലിംഗ് പ്രൈസിലാണെങ്കിലും ഉള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ആണെങ്കിലോ ബ്രാഞ്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരുടെ ബുക്കിൽ എൻട്രീസും കാര്യങ്ങളൊക്കെ വരും. ക്ലിയർ. ഇനി ഒരു ഫോറിൻ ബ്രാഞ്ച് ഉണ്ട്. ഫോറിൻ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ രാജ്യത്തിരിക്കുന്ന ബ്രാഞ്ച് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് വേറൊരു കറൻസിയിലായിരിക്കും, ഫോറിൻ കറൻസിയിലായിരിക്കും അല്ലേ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ തന്നെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ബ്രാഞ്ച് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ബ്രാഞ്ച് വേറൊരു ലൊക്കേഷനിലായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഈ ഒരു സെയിം ലൊക്കേഷനുള്ളിൽ തന്നെ ആയിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാഭനഷ്ടം അറിയണമെങ്കിലോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പക്ഷേ എന്നാലും ചില കോമൺ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും, അത് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എങ്ങനെ? ഏറ്റവും പ്രൊപ്പോർഷനേറ്റ് സ്യൂട്ടബിൾ ബേസിസ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ്, ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, അപ്പോൾ അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് ആ ഒരു റേഷ്യോയിലൊക്കെ നമ്മൾ വിധിച്ചു കൊടുക്കും. അങ്ങനെ സ്യൂട്ടബിൾ ബേസിസിൽ അലോക്കേറ്റ് ചെയ്യണം. ഇനി ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗുഡ്സ് വിൽക്കുന്നുണ്ട്. അത് കോസ്റ്റ് പ്ലസ് ഒരു പ്രോഫിറ്റ് ഇട്ടിട്ടാണ് വിൽക്കുന്നതെങ്കിലോ ആ വിറ്റ ഗുഡ്സ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ മിച്ചം ഇരിക്കുന്നുണ്ടെങ്കിലോ അവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരും. ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കമ്പനിയുടെ ടോട്ടൽ P&L നിന്ന് ഒരു സ്റ്റോക്ക് റിസർവ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒഴിവാക്കി എടുക്കേണ്ടി വരും. അതിൻ്റെ പ്രോബ്ലംസും അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ബ്രാഞ്ച് എനിക്ക് തോന്നുന്നു MCQs ഒന്നും അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ ഇട്ടിട്ടില്ല. നിങ്ങൾ MTPയിലൊക്കെയുള്ള MCQs ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഏതാ? ഇൻഷുറൻസ് ക്ലെയിം ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ലോസ് ഓഫ് പ്രോഫിറ്റ്. ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് ചെയ്യാൻ വേണ്ടി, എപ്പോഴാണ് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഒന്ന് നമുക്കൊരു അബ്നോർമൽ ലോസ് ഉണ്ടായിട്ടുണ്ടാവണം, ആ പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി ഇൻഷുർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്ന നഷ്ടം നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് നിന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ട് കാര്യങ്ങളാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള കണ്ടീഷൻസ്. ഒന്ന്, പ്രോപ്പർട്ടിയിലൊരു ഡാമേജ് നടന്നിട്ടുണ്ടാവണം, നമ്മുടെ അസറ്റിൽ ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവണം. പിന്നെ അത് പ്രയർ ടു ദാറ്റ് ലോസ് നമ്മളത് ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ലോസ് ഓഫ് സ്റ്റോക്ക്, നമ്മുടെ കടയിലുള്ള കുറച്ച് സ്റ്റോക്ക് കത്തിപ്പോയി, അത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എത്ര രൂപ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് വന്ന നഷ്ടം ഓർ നമുക്ക് മാക്സിമം കവറേജ് കിട്ടുന്ന എമൗണ്ട്, അതാണ് പോളിസി എമൗണ്ട് വിച്ച് ഓർ ഇസ് ലോവർ, അതാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ നമ്മുടെ കടയിലുള്ള സ്റ്റോക്ക് 1 ലക്ഷമാണ്, നമ്മൾ 60,000 രൂപയ്ക്ക് പോളിസി എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? കടയിലുള്ള സ്റ്റോക്ക് മുഴുവൻ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിലോ നമുക്ക് വന്ന നഷ്ടം മുഴുവൻ കിട്ടത്തില്ല. അങ്ങനെയാണ് നമ്മളൊരു ആവറേജ് ക്ലോസ് യൂസ് ചെയ്യും. എങ്ങനെ? നമ്മളൊരു 60% ഇൻഷുർ ചെയ്തിട്ടുള്ളൂ, അതായത് 1 lakhൻ്റെ സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ 60,000 പോളിസി എടുത്തിട്ടുള്ളൂ, അപ്പോൾ 60% ഇൻഷുർ ചെയ്തിട്ടുള്ളൂ. ആ രീതി നമ്മൾ ഇപ്പോൾ എനിക്ക് വന്ന ലോസ് വെറും 1000 രൂപീസാണ്. അങ്ങനെയാണ് 1000 ഇൻറ്റു പോളിസി എമൗണ്ട് 60,000 ഡിവൈഡ് ബൈ വാല്യൂ സ്റ്റോക്ക് 1 lakh, എനിക്ക് 600 രൂപീസേ കിട്ടുള്ളൂ. പ്രൊപ്പോർഷനേറ്റ് നമ്മുടെ ക്ലെയിമും കുറയും. അപ്പം ആവറേജ് ലോസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? അണ്ടർ ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ ആവറേജ് ലോസ് യൂസ് ചെയ്യേണ്ടി വരും. ആവറേജ് ലോസ് എന്ന് പറഞ്ഞാൽ പോളിസി അഗ്രിമെൻറ്റ് പറയുന്ന ഒരു ക്ലോസാണ്. അത് ആർക്കാണ് ഫേവറബിൾ? ഇൻഷുറൻസ് കമ്പനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്ലോസാണ്. എന്തിനു വേണ്ടി? അതിൻ്റെ പർപ്പസ് എന്താ? ഫുൾ കവർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിലോ അസറ്റിൻ്റെ വാല്യൂ എത്രയാണോ അത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ ഇൻഷുറൻസ് എടുത്താലേ ഫുൾ കവർ ഇൻഷുറൻസ് നമുക്ക് കിട്ടുള്ളൂ. ക്ലിയർ? അത്രയുള്ള സിമ്പിൾ. പക്ഷേ കടയിൽ മിക്ക ദിവസവും നമ്മൾ കടയിൽ സ്റ്റോക്ക് നമുക്ക് അറിയാൻ പറ്റില്ലായിരിക്കും. സ്റ്റോക്ക് റെക്കോർഡ്സ് കത്തിപ്പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് കടയിൽ ഫയർ ഉണ്ടാകുന്നത്, എത്രയോടെ സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഒരു മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കണം. ഈ വർഷം ഓപ്പണിംഗ് തൊട്ട് ഫയർ നടക്കുന്ന അന്നോരം മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് അത് കോസ്റ്റ് കാണിക്കുക, പർച്ചേസസ് കോസ്റ്റ് കാണിക്കുക, പിന്നെ സെയിൽ കാണിക്കുക. അതൊക്കെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എന്നറിയാം. അതിൻ്റെ സെയിലിൻ്റെ ഇത്ര ശതമാനം ലാഭം നമുക്കൊരു കാൽക്കുലേഷൻ കാണുമല്ലോ, അത് വെച്ചിട്ട് പ്രോഫിറ്റ് കാണിക്കുക. എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക. ചിലപ്പം ഈ വർഷത്തെ പ്രോഫിറ്റ് തരത്തില്ല, ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് തരത്തില്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ട് അതിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ അബ്നോർമൽ ഐറ്റംസ് വരുന്നുണ്ടെങ്കിലോ അതിന് സെപ്പറേറ്റ് എമൗണ്ടോളം കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ലോസ് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിലോ, എന്താ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ? ഒരു സ്റ്റോക്ക് ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതുകൊണ്ട് വരുന്ന നഷ്ടം മാത്രമല്ല, പിന്നെ അതുകൊണ്ടൊരു കോൺസിക്വൻഷ്യൽ ലോസസ് വരുന്നുണ്ട്. പിന്നെ കുറേ നാൾ 5-6 മാസം ചിലപ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ നഷ്ടപ്പെട്ടു പോയ പ്രോഫിറ്റിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? പക്ഷേ അതിനുവേണ്ടി ആ ക്ലെയിം കണ്ടുപിടിക്കാൻ ഒരു 8 സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഫസ്റ്റ് ആക്ച്വൽ ഇൻഡെമിനിറ്റി പീരീഡ് കണ്ടുപിടിക്കുക. ഇൻഡെമിനിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ പോളിസി എടുക്കുമ്പോൾ തന്നെ ലോസിന് ഈ ഫയറിന് ശേഷം ഇത്ര നാൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ടാവും. ലോസ് ചിലപ്പോൾ ഒരു 6 മാസമായിരിക്കും. ഇൻഡെമിനിറ്റി പീരീഡ് ഓർ ഇൻട്രപ്ഷൻ പീരീഡ്, നമുക്ക് വന്നിരിക്കുന്ന ലോസ് വന്ന പീരീഡ് അത് 3 മാസം ഉള്ളെങ്കിലോ വിച്ച് ഓർ ഇസ് ലോവർ, ആ പീരീഡ് ആയിരിക്കും നമുക്ക് ആക്ച്വൽ ഇൻഡെമിനിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടത്. അത് ഒന്നെങ്കിൽ പോളിസി പറയുന്ന പീരീഡ്, അല്ലെങ്കിൽ എനിക്ക് നഷ്ടം വന്ന പീരീഡ് വിച്ച് ഓർ ഇസ് ലോവർ. ദെൻ അടുത്ത് GPR കണ്ടുപിടിക്കണം. പൊതുവെ GPR എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ്. പക്ഷേ ഇവിടുത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിംഗ് ചാർജസ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100.
ദെൻ അടുത്തതിൽ ഷോർട്ട് സെയിൽസ്, എത്ര റിഡക്ഷൻ ഇൻ സെയിൽസ് ഉണ്ടായിട്ടുണ്ട് ഫയറും കൊണ്ടൊന്ന് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് എറർ എടുക്കുക. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ ഇൻഡെമിനിറ്റി പീരീഡിൻ്റെ സമയത്ത് സെയിൽ +or- ട്രെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡെമിനിറ്റി പീരീഡ് ഫയർ ഉണ്ടായില്ലായിരുന്നെങ്കിൽ എത്ര സെയിൽ വന്നതിന് കിട്ടും. അതിൽ നിന്ന് ആക്ച്വൽ സെയിൽസ് ഡ്യൂറിങ് ഇൻഡെമിനിറ്റി പീരീഡ് അത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഷോർട്ട് സെയിൽസ് എത്രയോടെ സെയിൽ കുറഞ്ഞു എന്ന് കിട്ടും. ആ ഷോർട്ട് സെയിൽസ് ഇൻറ്റു GPR ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ലോസ് ഓഫ് പ്രോഫിറ്റ് കിട്ടും. ഇനി ഈ ഇൻഡെമിനിറ്റി പീരീഡിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് നമുക്ക് ക്ലെയിം ചെയ്യാം. അത് എത്ര വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും? ഇത്രേ ഉള്ളൂ. അഡീഷണൽ എക്സ്പെൻസ് ഇൻക്വയർഡ്. സെക്കൻഡ് വൺ, ഈ അഡീഷണൽ എക്സ്പെൻസ് ഇൻക്വയർ ചെയ്തതുകൊണ്ട് നമുക്ക് എത്ര അഡീഷണൽ സെയിൽസ് ഉണ്ടായി അത് ഇൻറ്റു GPR. തേർഡ് വൺ എന്ന് പറയുന്നതോ നമ്മളെ സംബന്ധിച്ച് അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഇൻറ്റു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിംഗ് ചാർജസ് ഡിവൈഡ് ബൈ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഓൾ സ്റ്റാൻഡിംഗ് ചാർജസ്. ഈ 3 ചെയ്യുക. അതിൽ ഏതാണോ ഏറ്റവും കുറവ് വരുന്നത് അത് അത്രയും അഡീഷണൽ എക്സ്പെൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രോസ് ക്ലെയിം. നമുക്ക് ടോട്ടൽ എന്തൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും? ലോസ് ഓഫ് പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാം, അഡ്മിസിബിൾ അഡീഷണൽ എക്സ്പെൻസിലെ അലോവബിൾ അഡ്മിസിബിൾ പോർഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം. പിന്നെ ഇൻഷുറൻസ് ചാർജസ് എന്തെങ്കിലും കൊടുക്കേണ്ട വന്നിട്ടില്ല, ഇൻഷുറൻസ് സ്റ്റാൻഡിംഗ് ചാർജസ്, ഫിക്സഡ് എക്സ്പെൻസസ്, ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ഫിക്സഡ് എക്സ്പെൻസ് അതെന്തെങ്കിലും നമുക്ക് കൊടുക്കേണ്ട വന്നിട്ടില്ല, അതിൽ സേവിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ അത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഗ്രോസ് ക്ലെയിം കിട്ടും. ഇനി നമ്മൾ എത്ര രൂപയ്ക്ക് പോളിസി എടുക്കണം? ലോസ് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ കടയിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് അത് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കണം. ലോസ് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിലോ എത്ര രൂപയ്ക്ക് പോളിസി എടുക്കണം? എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ആനുവൽ ടേൺ ഓവർ എടുക്കുക. അതായത് ഫയർ നടക്കുന്നതിന് തൊട്ടുമ്പത്തെ 12 മാസം സെയിൽ, ആ ഡേറ്റ് വെച്ചിട്ട് തൊട്ടുമ്പത്തെ 12 മാസം സെയിൽ എടുക്കുക, പ്ലസ് ട്രെൻഡ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഫയർ ഇല്ലായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ടൊരു എത്ര സെയിൽ കിട്ടിയാണെന്ന് കിട്ടും. അതിൻ്റെ GPR ഗ്രോസ് പ്രോഫിറ്റ് റേറ്റ് ചെയ്യുക. അത്രയും രൂപയ്ക്ക് നമ്മൾ പോളിസി എടുക്കണമായിരുന്നു ഫുൾ കവർ കിട്ടാൻ. അതിലും കുറവാണെങ്കിൽ നമ്മൾ പോളിസി എടുത്തെങ്കിലോ അടുത്ത സ്റ്റെപ്പ് ഗ്രോസ് ക്ലെയിം ഇൻറ്റു പോളിസി എമൗണ്ട് ഡിവൈഡഡ് ബൈ ഇൻഷുറബിൾ എമൗണ്ട്. അപ്പം നമുക്ക് ക്ലെയിം കിട്ടും. ഇത്രയാണ് ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? ഇതിലും നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം RTP MTPയിലൊക്കെ MCQ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കി പോകട്ടോ. ഇനി അടുത്തത് 8th ചാപ്റ്റർ, ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ ട്രാൻസാക്ഷൻ. ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ ട്രാൻസാക്ഷൻ. എന്താ ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്? അപ്പം എന്താ ഈ ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ? ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഒരു അസറ്റ് നമുക്കെല്ലാം മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മുടെ പൈസ ഉണ്ടാവില്ല. അപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് എല്ലാവരെ കൊണ്ടും ഈ സാധനങ്ങൾ മേടിക്കൽ നടക്കില്ല. അപ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ സാധനം മേടിക്കുന്ന പരിപാടിക്ക് പറയുന്നവരാണ് ഹയർ പർച്ചേസ് സിസ്റ്റം. നമ്മൾ ആദ്യം അസറ്റ് മേടിക്കുക, ഒരു ചെറിയ എമൗണ്ട് കൊടുക്കുക, ഡൗൺ പേയ്മെൻറ്റ് പോലെ കൊടുക്കുക, ബാലൻസ് എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അടയ്ക്കുക. അങ്ങനെ നമ്മൾ ഗുഡ്സ് മേടിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു അസറ്റ്സ് മേടിക്കുന്ന, ഗുഡ്സ് അല്ല അസറ്റ്സ് മേടിക്കുന്ന പരിപാടിക്ക് പറയുന്നവരാണ് ഹയർ പർച്ചേസ് സിസ്റ്റം. അതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ ട്രാൻസാക്ഷൻ ഹയർ പർച്ചേസ് നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രേ ഉള്ളൂ. രണ്ടിലും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കണം പൈസ കൊടുക്കേണ്ടത്. ഹയർ പർച്ചേസ് നമ്മളൊരു സാധനം മേടിച്ച് അതിനകത്തൊരു ചതിയുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പെൻഡിങ് വരുത്തിയാലോ സെല്ലർക്ക് ആ ഗുഡ്സ് തിരിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള റൈറ്റ് ഉണ്ട്, റീപ്രോസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ ട്രാൻസാക്ഷനിലോ നമ്മൾ ഗുഡ്സ് മേടിക്കുമ്പോൾ തന്നെ, എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഗുഡ്സ് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് നമുക്കായി. പിന്നെ പൈസ അടച്ചില്ലെങ്കിലോ കേസ് കൊടുത്ത് പൈസ മേടിച്ചെടുക്കാനുള്ള റൈറ്റ് മാത്രമേ ആർക്കുള്ളൂ? സെല്ലർക്കുള്ളൂ. ക്ലിയർ? ഇനി രണ്ടിൻ്റെ അക്കൗണ്ടിങ് സെയിമാണ്. ഹയർ പർച്ചേസിൽ ഒരു അസറ്റ് മേടിക്കുന്ന സമയത്ത് അസറ്റ് മേടിച്ചതുപോലെ ട്രീറ്റ് ചെയ്യുക, എൻട്രി എഴുതാൻ പറ്റും. അപ്പോൾ ഓണർഷിപ്പ് കിട്ടുന്നില്ലല്ലോ. ഓണർഷിപ്പ് നെസസറി അല്ല. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ പോയി നിങ്ങളൊരു അസറ്റ് മേടിച്ചാലും ഫസ്റ്റ് തന്നെ അത് അസറ്റ് മേടിക്കുന്നത് പോലെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. അപ്പം നമ്മുടെ ബുക്കിൽ വരേണ്ട എൻട്രി എന്തായിരിക്കും? അസറ്റ് മേടിക്കുന്ന സമയത്ത് അസറ്റ് അക്കൗണ്ട് ടു ഹയർ വെണ്ടർ. ഏത് പ്രൈസിൽ എഴുതണം? ക്യാഷ് പ്രൈസിൽ. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? ഇനി ഞാൻ റെഡി ക്യാഷ് കൊടുത്ത് ഈ അസറ്റ് മേടിച്ചായിരുന്നെങ്കിൽ എത്ര കൊടുക്കേണ്ട വന്നെ? ഹയർ പർച്ചേസ് മേടിക്കുന്നതും റെഡി ക്യാഷ് മേടിക്കുന്നതും സെയിം എമൗണ്ട് ആയിരിക്കുമോ? ഇല്ല. റെഡി ക്യാഷ് മേടിച്ചാൽ കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി. ഹയർ പർച്ചേസ് മേടിക്കുമ്പോൾ കുറേ ലേറ്റ് ആയിട്ടല്ലേ സെല്ലർക്ക് പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് അവർ ഇൻഡയറക്റ്റ്ലി ഒരു ഇൻട്രസ്റ്റ് അതിനകത്ത് ചാർജ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ റെഡി ക്യാഷ് കൊടുത്ത് ഞാൻ എത്ര രൂപയ്ക്ക് മേടിക്കണമായിരുന്നു, ആ പ്രൈസിന് പറയുന്ന പേരാണ് ക്യാഷ് പ്രൈസ്. ക്ലിയർ? പക്ഷേ ഹയർ പർച്ചേസ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം? ഈ ക്യാഷ് പ്രൈസ് കൂടാതെ ഒരു ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കേണ്ടി വരും. ആ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടിയുള്ള ടോട്ടൽ കൊടുക്കേണ്ട പൈസ അതിന് പറയുന്നവരാണ് ഹയർ പർച്ചേസ് പ്രൈസ്. അപ്പോൾ അസറ്റ് മേടിക്കുമ്പോൾ നമ്മുടെ ബുക്കിൽ എഴുതേണ്ടത് ഏത് എമൗണ്ടിലാണ്? ക്യാഷ് പ്രൈസിൽ. അപ്പോൾ എൻട്രി അസറ്റ് അക്കൗണ്ട് ടു ഹയർ വെണ്ടർ. ഏത് എമൗണ്ട് റെക്കോർഡ് ചെയ്യണം? ക്യാഷ് പ്രൈസ് റെക്കോർഡ് ചെയ്യണം. ക്ലിയർ? ഇനി ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഹയർ വെണ്ടർ അക്കൗണ്ട് ടു ബാങ്ക്. ഇനി ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഹയർ വെണ്ടർ. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ ഹയർ വെണ്ടർ അക്കൗണ്ട് ടു ബാങ്ക്. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ടു അസറ്റ്. ഇനി ഇൻട്രസ്റ്റ് ഡിപ്രിസിയേഷൻ പിയാലെ ക്ലോസ് ചെയ്യുമ്പോൾ പിയാലെ അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഡിപ്രിസിയേഷൻ. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ഹയർ വെണ്ടറിൻ്റെ ബുക്കിലാണെങ്കിലോ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ഗുഡ്സ് ആയിരിക്കും അവർ വിൽക്കുന്നത് കേട്ടോ. സാധാരണ ഡീലേഴ്സൊക്കെ ഇങ്ങനെ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ വിൽക്കാറുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഹയർ പർച്ചേസർ അക്കൗണ്ട് ടു HP സെയിൽസ്. ഏത് പ്രൈസിൽ? ക്യാഷ് പ്രൈസിൽ. ഡൗൺ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഹയർ പർച്ചേസർ. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് അവരെ സംബന്ധിച്ച് ഇൻകോ ഹയർ പർച്ചേസർ അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ്. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഹയർ പർച്ചേസർ. ക്ലിയർ?
ഇനി ഡിപ്രിസിയേഷൻ ഒന്നുമില്ല. ഇനി HP സെയിൽസ് വർഷാവസാനം ട്രേഡിങ്ങിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ HP സെയിൽസ് ടു ട്രേഡിംഗ്, ഇൻട്രസ്റ്റ് ഇൻകം ക്ലോസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ടു P&L, ഇതിന് കണ്ടിന്യൂ ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. ഇനി ഇടയ്ക്ക് ഏതെങ്കിലും വെച്ച് നമ്മളൊരു ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാതെ വന്നാലോ അവർക്ക് ഗുഡ്സ് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ അതിന് പറയുന്നവരാണ് റീപൊസിഷൻ. റീപൊസിഷൻ്റെ സമയത്തുള്ള എൻട്രി എന്തായിരിക്കും? റീപൊസിഷൻ്റെ സമയത്തുള്ള എൻട്രി എന്തായിരിക്കും? ഹയർ പർച്ചേസിൻ്റെ ബുക്കിലാണ് നമ്മുടെ അസറ്റ് പോകും എൻട്രി. അപ്പം ഹയർ വെണ്ടർ അക്കൗണ്ട് ടു അസറ്റ്. ഇനി ഹയർ വെണ്ടർക്ക് പൈസ കൊടുക്കും വേണ്ട, ഹയർ വെണ്ടർ അക്കൗണ്ട് ടു അസറ്റ്. ഏത് എമൗണ്ട് കാണിക്കണം? കംപ്ലീറ്റ് റീപൊസിഷൻ ആണെങ്കിൽ ഹയർ വെണ്ടർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ടോ ആ എമൗണ്ട് റെക്കോർഡ് ചെയ്യുക. കംപ്ലീറ്റ് റീപൊസിഷൻ ആണെങ്കിൽ ഇപ്പോൾ ഹയർ വെണ്ടർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ടോ ആ എമൗണ്ട് വേണം അത് റെക്കോർഡ് ചെയ്യാൻ. പാർഷ്യൽ റീപൊസിഷൻ ആണെങ്കിൽ എടുത്തുകൊണ്ട് പോയ അസറ്റിന് ഒരു എഗ്രീഡ് വാല്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേരോട് സംസാരിച്ച്, ആ എമൗണ്ട് വേണം അത് റെക്കോർഡ് ചെയ്യാൻ. കംപ്ലീറ്റ് റീപൊസിഷൻ ആണെങ്കിൽ ഹയർ വെണ്ടർക്ക് എത്ര കൊടുക്കാനുണ്ടോ ആ എമൗണ്ട് വേണം ഏത് ഹയർ വെണ്ടർ ടു അസറ്റ് എന്നുള്ള എൻട്രി എഴുതാൻ. ഇനി പാർഷ്യൽ റീപൊസിഷൻ ആണെങ്കിലോ, പാർഷ്യൽ റീപൊസിഷൻ ആണെങ്കിൽ ഒരു എഗ്രീഡ് വാല്യൂവിൽ വേണം അത് റെക്കോർഡ് ചെയ്യാൻ. ഇനി അതിനുശേഷം ലാഭമാണോ നഷ്ടമാണോ അത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്ത് വരും? ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മുടെ ബുക്കിൽ വരേണ്ട എൻട്രി ഇത്രേ വരുള്ളൂ. ലാഭമാണ് എങ്കിൽ അസറ്റ് അക്കൗണ്ട് ടു P&L, നഷ്ടമാണെങ്കിൽ P&L അക്കൗണ്ട് ടു അസറ്റ്. ക്ലിയർ? ഇനി ഹയർ വെണ്ടറിൻ്റെ ബുക്കിലോ ഈ ഗുഡ്സ് തിരിച്ചെടുക്കുന്ന സമയത്തുള്ള എൻട്രി ഇത്രേ ഉള്ളൂ. ഗുഡ്സ് റീപോസിറ്റ് അക്കൗണ്ട് ടു ഹയർ പർച്ചേസർ. ഏത് എമൗണ്ട്? കംപ്ലീറ്റ് റീപോസിറ്റ് ആണ് യൂഷ്വലി ഹയർ പർച്ചേസർ തരാനുള്ള പൈസ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനൊരു റീവാല്യൂഡ് എമൗണ്ട് പറയും, ഏറ്റെടുത്ത അസറ്റിന് റീവാല്യൂഡ് എമൗണ്ട് അവർ ഒരു വാല്യൂ തീരുമാനിക്കും, ആ വാല്യൂ. ഇനി പാർഷ്യൽ റീപൊസിഷൻ ആണെങ്കിലോ രണ്ടോട് സംസാരിച്ച് ഈ ഏറ്റെടുക്കുന്ന ഗുഡ്സിന് ഒരു വാല്യൂ ഫിക്സ് ചെയ്തിട്ടില്ല, ആ എമൗണ്ടിൽ അത് റെക്കോർഡ് ചെയ്യുക. എൻട്രി ചെയ്യുമ്പോൾ ഗുഡ്സ് റീപൊസിറ്റ് അക്കൗണ്ട് ടു ഹയർ പർച്ചേസർ. എന്നിട്ട് ഈ ഏറ്റെടുത്ത ഗുഡ്സ് നമ്മൾ നന്നാക്കി വിൽക്കും. അതിന് നന്നാക്കാൻ വേണ്ടി എന്തെങ്കിലും ചിലവ് വന്നാലോ ഗുഡ്സ് റീപൊസിറ്റ് അക്കൗണ്ട് ബാങ്ക്, അത് വിൽക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഗുഡ്സ് റീപൊസിറ്റ്. ലാഭം നഷ്ടം വന്നാലോ, ലാഭമാണെങ്കിൽ ഗുഡ്സ് റീപൊസിറ്റ് ടു P&L, നഷ്ടമാണെങ്കിൽ P&L അക്കൗണ്ട് ഗുഡ്സ് റീപൊസിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇത്രയാണ് ഹയർ പർച്ചേസിൽ നമുക്ക് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ചില പ്രോഡക്റ്റ് നമുക്ക് ക്യാഷ് പ്രൈസ് തരത്തില്ല, ഇൻട്രസ്റ്റ് റേറ്റും ഇൻസ്റ്റാൾമെൻറ്റ് തരുള്ളൂ. അങ്ങനെയാണെങ്കിലോ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിലോ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് തുടങ്ങുക, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ബൈഫ്രിക്കേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് മാറ്റുക. അപ്പം ഇൻട്രസ്റ്റ് ഇല്ലാത്ത പ്രൈസ് കിട്ടുമല്ലോ. എന്നിട്ട് ആ പ്രൈസും അടുത്ത സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റും ആഡ് ചെയ്യുക. ഇപ്പം 3 ഇൻസ്റ്റാൾമെൻറ്റ് ആണെങ്കിൽ അതിനോട് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, ഒഴിവാക്കുക. അപ്പം ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. ക്ലിയർ? അതിൻ്റെ കൂടെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ആഡ് ചെയ്യുക. അപ്പം ഇൻട്രസ്റ്റോട് കൂട്ടിയുള്ള പ്രൈസ് കിട്ടും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മാറ്റിയെടുക്കുക. ഇപ്പോൾ ഇൻട്രസ്റ്റ് 10% 10/110 ചെയ്യാനൊക്കെ അറിയാലോ അല്ലേ? അങ്ങനെയൊക്കെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ തുടങ്ങി അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. ചില പ്രോഡക്റ്റിൽ അങ്ങനെ ക്യാഷ് പ്രൈസ് തരാത്ത പ്രോബ്ലംസും ഉണ്ട്. ക്ലിയർ? ഇത്രയൊക്കെയാണ് നമുക്ക് അതിനകത്ത് മെയിൻലി പഠിക്കാനുള്ളത്. ഇനി ഹയർ പർച്ചേസിന് നമുക്ക് MCQs ഒന്ന് നോക്കിയാലോ. ഇൻ ഹയർ പർച്ചേസ് സിസ്റ്റം, ഇൻട്രസ്റ്റ് ചാർജ് ബൈ ദ വെണ്ടർ. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാൽ തോന്നുന്നു. വെണ്ടർ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏത് പ്രൈസിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസിന്. excess of higher purchase price over cash price is known as higher purchase price over cash price is known as excess of higher purchase price over cash price is known as ഏതായിരിക്കും? ടോട്ടൽ ഇൻട്രസ്റ്റ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ടോട്ടൽ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്. ദെൻ ഇൻ ഹയർ പർച്ചേസ് സിസ്റ്റം ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഈസ് നോൺ as ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ? ബാക്കി കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് കിടക്കുന്നുണ്ട്, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, MCQs ലാസ്റ്റ് മൂമെൻറ്റിൽ ഒന്ന് നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ക്ലിയർ? സോ ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഏതാ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്താ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ? യെസ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ്. ഗ്യാപ്പ് എന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ചിലപ്പോൾ അത് തന്നെ MCQ ചോദിക്കാറുണ്ട് കേട്ടോ. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ദെൻ അതായത് നമ്മൾ ജനറലി നമ്മൾ അക്കൗണ്ടിങ്ങിൽ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന എല്ലാ പോളിസീസും പ്രിൻസിപ്പിളും കൺസെപ്റ്റ്സും എല്ലാം കൂടി ജനറലി പറയുന്ന ഒരു പേരാണ് ഗ്യാപ്പ്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എടുത്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റ്സ്, എഴുത്തുകാരൊക്കെ ഡോക്യുമെൻറ്റ് issued by expert accounting body, government or other regulatory body. ആർക്കൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്? എക്സ്പെർട്ട് അക്കൗണ്ടിങ് ബോഡീസിന്. കാരണം ICAI, ഇന്ത്യയിൽ ICAI ആണ് ഈ ഇന്ത്യൻ നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഇനി ഗവൺമെൻറ് കോർപ്പറേറ്റ്സിനൊക്കെ വേണ്ടി ചെയ്യുന്ന ഇഷ്യൂ ചെയ്തേക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് എക്സ്പെർട്ട് അക്കൗണ്ടിങ് ബോഡീസിന് ഓർ അതർ റെഗുലേറ്ററി ബോഡീസിനൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. വിച്ച് കവേഴ്സ് ദി ഏരിയാസ് ഓഫ് ഏസിൽ എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നത്? റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യണോ വേണ്ടേ? ഏത് ടൈം റെക്കോർഡ് ചെയ്യണം? ഈ വർഷം അടുത്ത വർഷം റെക്കോർഡ് ചെയ്യണം. ദെൻ മെഷർമെൻറ്റ്, ഏത് എമൗണ്ടിൽ അത് റെക്കോർഡ് ചെയ്യണം. ഇനി പ്രസൻറ്റേഷൻ, അത് എങ്ങനെ വേണം ഫിനാൻഷ്യൽസിൽ പ്രസൻറ്റ് ചെയ്യാൻ. ഡിസ്ക്ലോഷർ, അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ വേണം നോട്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ. ഈ 4 കാര്യങ്ങൾ പറയുന്ന റിട്ടേൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് റിട്ടേൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ എക്സ്പെർട്ട് അക്കൗണ്ടിംഗ് ബോഡി ഓർ ഗവൺമെൻറ് ഓർ അതർ റെഗുലേറ്ററി ബോഡി കവറിംഗ് ദ ആസ്പെക്ട്സ് ഓഫ് റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, പ്രസൻറ്റേഷൻ, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ
ഒരു അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, എങ്ങനെ റെക്കോർഡ് ചെയ്യണം വേണ്ടയോ, ഏത് പീരീഡിൽ അത് റെക്കോർഡ് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ എമൗണ്ട് മെഷർ ചെയ്യണം, എങ്ങനെ അത് ഫിനാൻഷ്യൽസ് പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന കുറച്ച് റിട്ടേൺ പോളിസി ഡോക്യുമെൻറ്റ്സ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇന്ത്യയിൽ ഇപ്പോൾ 2 സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഒന്ന് AS ഉണ്ട്, 2 IND-AS ഉണ്ട്. IND-AS എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, IFRS, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള ഇൻ്റർനാഷണൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനോട് മാച്ചിങ് ആവുന്ന രീതിയിൽ ഇന്ത്യയിൽ പുതുതായിട്ട് കൊണ്ടുവന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സാണ് IND-AS എന്ന് പറയുന്നത്. അത് വലിയ കമ്പനീസിനും ഒരു 250 crore കൂടുതൽ നെറ്റ്വർത്ത് ഉള്ള വലിയ കമ്പനീസിനൊക്കെയാണ് അത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ചെറിയ കമ്പനീസ് AS-ഉം ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് 2 സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, AS-ഉം IND-AS-ഉം. സ്പെസിഫൈഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതാണ് ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് കവർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് പഠിക്കാനുള്ളത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു 6 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്ക് പഠിക്കാനുള്ളത്. AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, AS2 AS10 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്, AS11 ദ എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്, AS12 അക്കൗണ്ടിങ് ഫോർ ഗവൺമെന്റ് ആൻഡ് AS16 ബോറോയിങ് കോസ്റ്റ്, AS22 അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ പറയും ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, പക്ഷേ മജോറിറ്റിയും പിള്ളേർ സ്കിപ്പ് ചെയ്യുന്നൊരു ടോപ്പിക്കാണിത്. സ്റ്റഡി മെറ്റീരിയൽ അധികം ടോപ്പിക്ക് പഠിക്കാനില്ല, പക്ഷേ നല്ല വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്ക്. എക്സാമിന് ഒരു 14 മാർക്സ് ഒക്കെ നോർമലി ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ തിയറി ക്വസ്റ്റൻ ആവും, ചിലപ്പോൾ പ്രോബ്ലംസ് ആവും. ഫസ്റ്റ് വൺ, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് പറയുന്നത് നിങ്ങൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോളിസീസ് ആണോ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. നിങ്ങൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്യണം. എവിടെ? നോട്ട്സിൽ ഒറ്റൊരു ഏരിയയിൽ, എല്ലാം കൂടെ ഒറ്റൊരു ഏരിയയിൽ അടുപ്പിച്ചടുപ്പിച്ച് അത് ഡിസ്ക്ലോസ് ചെയ്യണം. നിങ്ങൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസ് എന്താണോ അത് ഡിസ്ക്ലോസ് ചെയ്യാം. എന്താ അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറഞ്ഞാൽ? സ്പെസിഫിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ മെത്തേഡ്സും കവർ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുക. അപ്പോൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രിൻസിപ്പിൾസും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സും എന്തൊക്കെയാണെന്ന് അതൊക്കെ ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി അക്കൗണ്ടിങ് പോളിസീസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷനും അതേഴ്സും. ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ എന്ന് പറഞ്ഞാൽ ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ വരും. ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലോ അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു അസംഷൻ യൂഷ്വലി ഒരു റീഡർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റീഡ് ചെയ്യുമ്പോൾ അവരെടുക്കുന്ന ഒരു അസംഷനാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട, ഇത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. പക്ഷേ ബാക്കിയുള്ള അക്കൗണ്ടിങ് പോളിസീസ് എല്ലാം അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് പോളിസിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ക്ലിയർ? ഏരിയാസ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ആർ യൂസ്ഡ്. ഡിപ്രീസിയേഷന് കുറേ മെത്തേഡുകളുണ്ട്. കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ എക്സ്പെൻസസ് റെക്കഗ്നേഷന്, ദെൻ വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രീസ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ, അങ്ങനെ കുറേ മെത്തേഡുകളുണ്ട്. ഈ ഒരു അക്കൗണ്ടിങ് പോളിസി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? പ്രൂഡൻസ്, സബ്സ്റ്റൻസ് ഓവർ ഫോർ മെറ്റീരിയലിറ്റി. പ്രൂഡൻസ് മീൻസ് നമ്മൾ എടുക്കുന്ന പോളിസി ഒരിക്കലും പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാവരുത്, പക്ഷേ നഷ്ടങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സബ്സ്റ്റൻസ് ഓവർ ഫോർ ലീഗൽ ഫോർമാലിറ്റിനേക്കാൾ ഉപരി അതിൻ്റെ സബ്സ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോളിസി വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഹയർ പർച്ചേസിൽ നമ്മളൊരു അസറ്റ് മേടിച്ചു, ഓണർഷിപ്പ് ലാസ്റ്റ് കിട്ടുള്ളൂ, പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ അസറ്റായിട്ട് കാണിച്ചു, അതൊക്കെ സബ്സ്റ്റൻസ് ഓവർ ഫോമിൻ്റെ എക്സാമ്പിളാണ്. മെറ്റീരിയാലിറ്റി, നമ്മളൊരു ഐറ്റം നമ്മൾ ഫിനാൻഷ്യൽസി ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ അത് മെറ്റീരിയൽ ആണെങ്കിൽ അതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. മെറ്റീരിയൽ മീൻസ് അത് യൂസറിൻ്റെ ഡിസിഷനെ എഫക്ട് ചെയ്യുന്നതാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യാൻ മറക്കരുത്. ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. അക്കൗണ്ടിങ് പോളിസി നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി ഏതെങ്കിലും ഒരു പോളിസി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തുകൊണ്ട് അത് ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് എത്ര എഫക്റ്റ് ഉണ്ട്, ആ കാര്യങ്ങൾ സഹിതം നമ്മൾ കറണ്ട് പീരീഡിൽ തന്നെ ഡിസ്ക്ലോസ് ചെയ്യണം. ക്ലിയർ? ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് പോയാൽ നല്ലതായിരിക്കും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? AS10 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്. എന്താ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്സ്. അത് നമ്മൾ അസറ്റിൻ്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ആക്ടിവിറ്റിക്കോ നമ്മൾ പ്രൊഡക്ഷനോ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ളൊരു ടാഞ്ചിബിൾ അസറ്റ്. അത് കുറേ നാളത്തേനും മോർ ദാൻ 1 ഇയർ അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടും. മോർ ദാൻ 1 ഇയർ നമ്മളത് ഉപയോഗിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെന്നിരിക്കാം? അസറ്റ്സ് എന്ന്. ഏതാ? പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് എന്നിരിക്കാം. ഈ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം? ഒരു അസറ്റ് മേടിക്കുന്ന സമയത്ത് എന്തൊക്കെ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യണം? ക്ലിയർ? അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. പിന്നെ ബിയറർ പ്ലാൻസും പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ബിയറർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ കുറേ വർഷത്തേന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാൻസ്. ഇപ്പോൾ ഓറഞ്ച് ട്രീ, ആപ്പിൾ ട്രീ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. മോർ ദാൻ 1 ഇയർ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിനുള്ള അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് തരുന്ന രീതിയിലുള്ള പ്ലാൻസിന് പറയുന്ന പേരാണ് ബിയറർ പ്ലാൻസ്. പക്ഷേ തടി വെട്ടാൻ വേണ്ടി നമ്മളൊരു ട്രീ പണിയുന്നുണ്ടെങ്കിലോ, തടി വുഡ് എടുക്കുക എന്നുള്ളതാണ് പർപ്പസെങ്കിൽ അത് ഒരിക്കലും അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ബിയറർ പ്ലാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ഇനീഷ്യൽ റെക്കഗ്നിഷൻ, അസറ്റ് മേടിക്കുമ്പോൾ എന്തൊക്കെ കോസ്റ്റുകൾ ആഡ് ചെയ്യണം. ഇനി സബ്സിക്വൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് മേടിച്ചതിന് ശേഷമോ അത് എന്തെങ്കിലും കമ്പോണൻസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലോ അതിൻ്റെ കോസ്റ്റ് ആഡ് ചെയ്യണം, പഴയ കമ്പോണൻ്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യണം. ഇതൊക്കെ പഠിക്കുന്നതിനേക്കാളും നല്ലത് ഫുള്ള് ഞാൻ തന്നിരിക്കുന്നതിൻ്റെ ഒരു നോട്ടുണ്ട്, അതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതിനകത്തെ പ്രോബ്ലംസ് ഒന്ന് ചെയ്തിട്ട് പോവുക കേട്ടോ.
പിന്നെ AS11 ദ എഫക്ട്സ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. ഈ AS എപ്പോഴും ആപ്ലിക്കബിൾ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഉണ്ട്. ഞാനൊരു പുറത്തുള്ളൊരു പാർട്ടിക്ക് ഞാനൊരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്തു. അതിൻ്റെ ബില്ല് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഫോറിൻ കറൻസിയിലാണ് നമ്മൾ ബില്ല് ചെയ്തിരിക്കുന്നത്. അതാണ് റിപ്പോർട്ടിംഗ് കറൻസി. ഫോറിൻ കറൻസിയിലാണ് നമ്മൾ ബില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ട്രാൻസാക്ഷൻ നടക്കുന്ന അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് കൺവേർട്ട് ചെയ്യണം. സെയിൽ എന്നാണ് നടത്തിയ കടത്തിന് വിറ്റു, ആ സെയിൽ നടത്തുന്നത് അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ അത് കൺവേർട്ട് ചെയ്യണം. ഇനി പൈസ കിട്ടുന്ന സമയത്തോ അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ടായിരിക്കും പൈസ വരുന്നത്. ഇത് നമ്മൾ ഡിഫറൻസോ അത് ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് P&L ഇൻകം എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ട്രാൻസാക്ഷൻ നടക്കുന്ന അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ അത് കൺവേർട്ട് ചെയ്യണം. പൈസ കിട്ടുന്ന സമയത്ത് അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ അത് റെക്കോർഡ് ചെയ്യണം. ലാഭം നഷ്ടം വന്നാൽ അത് സെയിലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമല്ല, ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ലാഭം നഷ്ടമായിട്ട് P&L കാണിക്കണം. ഇനി ഇതിനിടയ്ക്ക് ഒരു ബാലൻസ് ഷീറ്റ് ഡേറ്റ് വരുന്നുണ്ടെങ്കിലോ മോണിറ്ററി ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റ് ഡേറ്റിലേക്ക് മാറ്റി കാണിക്കണം. എന്താ മോണിറ്ററി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മണി ഹെൽഡ്, എനിക്കൊരു പുറത്തെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അത് ക്ലോസിംഗ് റേറ്റിലേക്ക് മാറ്റി കാണിക്കണം. ക്യാഷ് ഫോറിൻ കറൻസി എൻ്റെ ഇരിപ്പുണ്ട്, അത് അന്നത്തെ ക്ലോസിംഗ് റേറ്റിലേക്ക് മാറ്റി കാണിക്കണം. ഇനി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടു ബി റിസീവ്ഡ് ഓർ പെയ്ഡ് ഇൻ ഫിക്സഡ് ഓർ ഡിറ്റർമിനബിൾ എമൗണ്ട് ഓഫ് മണി. ഒരു അസറ്റ് കിട്ടാനുള്ളതായിരിക്കും, അതൊരു റിസീവബിൾ എന്നുള്ള രീതി എനിക്ക് പറയാൻ പറ്റുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആൾ ഡിറ്റർമിനബിൾ ആയിരിക്കണം, ആരുടെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട്, എത്ര എമൗണ്ട് കിട്ടാനുണ്ട്, അത് ഫിക്സഡ് ആയിരിക്കണം. എമൗണ്ട് എത്ര കിട്ടാനുണ്ട് അത് ഫിക്സഡ് ആയിരിക്കണം. ക്ലിയർ? ഇനി അതൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് ഒരു മണി വാല്യൂ ആയിട്ട് തന്നെ, ഒരു മണി ആയിട്ട് തന്നെ സെറ്റിൽമെൻറ്റ് നടത്തേണ്ടതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഈ റിസീബിൾസ് ആൻഡ് പേബിൾസിനെയൊക്കെ നമുക്ക് ഒരു റിസീബിൾ ആൻഡ് പേബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അതും മോണിറ്ററി ഐറ്റമാണ്. ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ലോൺ, ഇതൊക്കെ എന്തായിരിക്കും മോണിറ്ററി ഐറ്റം എന്നുള്ള രീതി വരും. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്ലോസിംഗ് റേറ്റിലേക്ക് മാറ്റി കാണിക്കണം. ലാഭം നഷ്ടം നമ്മൾ എന്ത് ചെയ്യണം? P&L ഫോറിൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് പറഞ്ഞുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി എനിക്കൊരു ഫോറിൻ ബ്രാഞ്ച് ഉണ്ടെങ്കിലോ, ഫോറിൻ ഓപ്പറേഷൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഇൻ്റഗ്രൽ ആൻഡ് നോൺ ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ ഓപ്പറേഷൻ ആണെങ്കിലോ ബാലൻസ് ഷീറ്റിൽ പോകേണ്ട ഐറ്റംസ്, അതായത് അതിൽ മോണിറ്ററി ഐറ്റംസ് ഒക്കെ ക്ലോസിംഗ് എക്സ്ചേഞ്ച് റേറ്റ് കൺവേർട്ട് ചെയ്യുക. നോൺ മോണിറ്ററി ഐറ്റംസോ അത് ആക്ച്വലി മേടിച്ചപ്പോൾ ഫിക്സഡ് അസറ്റ് മിഷറിയൊക്കെ നോൺ മോണിറ്ററി റേറ്റിൽ വരുന്നത്, അതൊക്കെ നമ്മൾ മേടിച്ച അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് തന്നെ കൺവേർട്ട് ചെയ്യുക, ആക്ച്വൽ റേറ്റ് തന്നെ കൺവേർട്ട് ചെയ്യുക. P&L പോകേണ്ടതൊക്കെ ഏറ്റവും അപ്രോപ്രിയേറ്റ് റേറ്റ്, ഏകദേശം ഒരു ആവറേജ് റേറ്റിൽ അത് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ലാഭം നഷ്ടം വന്നാലോ അത് P&L റെക്കോർഡ് ചെയ്യുക. ഇൻ്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻ. ഇനി നോൺ ഇൻ്റഗ്രൽ ഫോറിൻ ഓപ്പറേഷൻസ് ആണെങ്കിലോ ബാലൻസ് ഷീറ്റിൽ പോകേണ്ടതെല്ലാം മോണിറ്ററി നോൺ മോണിറ്ററി എല്ലാം ക്ലോസിംഗ് റേറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. P&L പോകേണ്ടതൊക്കെ അപ്രോപ്രിയേറ്റ് റേറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഡിഫറൻസ് വന്നാൽ ഫോറിൻ കറൻസി ട്രാൻസ്ലേഷൻ റിസർവ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ റിസർവ് സർപ്ലസിന് എൻട്രി കാണിക്കുക. ഇനി ബ്രാഞ്ചിൻ്റെ ബുക്കിലുള്ള ഹെഡ് ഓഫീസ് അക്കൗണ്ടിന് വരെ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലുള്ള ബ്രാഞ്ചിൻ്റെ ബാലൻസ് എടുത്ത് എഴുതിയാൽ മതി. ഇനി ബ്രാഞ്ചിൻ്റെ ബുക്കിലുള്ള ഗുഡ്സ് റിസീവ്ഡ് ഫ്രം HOക്ക് വരാം ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലുള്ള ഗുഡ്സ് എൻ്റെ ഒരു ബ്രാഞ്ചിൻ്റെ ബാലൻസ് എഴുതിയാൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് റേറ്റിനും ക്ലോസിംഗ് റേറ്റിലും എടുക്കുക. പിന്നെ ഡിപ്രീസിയേഷൻ അസറ്റ് ഏത് റേറ്റിലാണോ കൺവേർട്ട് ചെയ്തിരിക്കുന്ന ആ റേറ്റിൽ തന്നെ എടുക്കുക. പല എമൗണ്ട് ഡിഫറൻസസ് വന്നു കഴിയുമ്പോൾ അത് നോൺ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഫോറിൻ കറൻസി ട്രാൻസ്ലേഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് ഒരു ഫോറിൻ ഓപ്പറേഷൻ ഉണ്ട്, ബ്രാഞ്ച് ഉണ്ടെങ്കിൽ. ക്ലിയർ? ഇനി ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊരു പ്രോഫിറ്റ് മോട്ടീവോടെ നമ്മൾ ചെയ്തതാണെങ്കിലോ, അല്ല അത് നമ്മൾ എന്തെങ്കിലും ഹെഡ്ജിങ് പർപ്പസിന് ചെയ്തതാണെങ്കിലോ, ഇന്നത്തെ സ്പോട്ട് റേറ്റ് ഫോർവേഡ് റേറ്റ് നമ്മളുടെ ഡിഫറൻസ് കോൺട്രാക്ട് എത്ര നാളാണോ അത്രയും നാളത്തേനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. ഇനി ഇതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള പർപ്പസോടെ ചെയ്താണെങ്കിലോ സ്പോട്ട് റേറ്റ് വിട്ടുകളെ. സ്പോട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഡോളർ മേടിക്കാൻ വേണ്ടി ഞാൻ എത്ര കൊടുക്കണം, ഇന്നൊരു ഫോറിൻ കറൻസി മേടിക്കാൻ വേണ്ടി ഞാൻ എത്ര കൊടുക്കണം. ഫോർവേഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 2 മാസം കഴിയുമ്പോൾ ഞാൻ ഇത്ര ഡോളർ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് ചെയ്തു. അതിലെ റേറ്റ്, ആ കോൺട്രാക്റ്റിൽ എത്രയാണോ ഞാൻ റേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ റേറ്റിന് പറയുന്നവരാണ് ഫോർവേഡ് റേറ്റ്. ഞാനതൊരു ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി ചെയ്തതാണ്, എനിക്കത് ആക്ച്വലി ജെന്യുവൻലി ഈ ഡോളർ മേടിച്ച് വേറൊരു പാർട്ടിക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്. അങ്ങനെ ചെയ്താണെങ്കിലോ ഇന്നത്തെ ഫോർവേഡ് റേറ്റ് സ്പോട്ട് റേറ്റ് നമ്മളുടെ ഡിഫറൻസ്, അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും. നഷ്ടം എന്ന് പറയുന്നത് എത്ര, സ്പോട്ട് റേറ്റിനേക്കാളും കൂടുതൽ എമൗണ്ട് ഞാൻ മേടിക്കാനെന്നാണ് പറഞ്ഞെങ്കിലോ നഷ്ടം വരും. ആ നഷ്ടം നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാക്ട് എത്ര നാളാണോ അത്രയും പീരീഡിലേക്ക് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. ഇനി അതൊരു സ്പെക്കുലേഷൻ പർപ്പസിന് ചെയ്താണെങ്കിലോ സ്പോട്ട് റേറ്റ് മറന്നേക്കുക, ഫോർവേഡ് റേറ്റും. ഇനി ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ അത് വിറ്റാൽ എത്ര കിട്ടിയാണ്, ഈ ഫോർവേഡ് കോൺട്രാക്ട് മറിച്ച് വിറ്റായിരുന്നെങ്കിൽ എനിക്ക് എത്ര കിട്ടിയാണ്, ആ ലാഭം അപ്പം ബുക്ക് ചെയ്യുക. ഇനി ആക്ച്വലി അത് മറിച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ അപ്പം വരുന്ന ലാഭം അത് അടുത്ത പീരീഡിൽ റെക്കോർഡ് ചെയ്യുക. ഇതൊന്നും വലിയ പ്രോബ്ലംസ് നിങ്ങൾക്ക് കവർ ചെയ്യുന്നില്ല. പിന്നെ ഗവൺമെൻറ് ഗ്രാൻഡ്, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മളൊരു ഗ്രാൻഡ് കിട്ടുന്നുണ്ടെങ്കിലോ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം. ഗവൺമെൻറ് ഗ്രാൻഡ് അതൊരു മോണിറ്ററി ഗവൺമെൻറ് ഗ്രാൻഡ് ആണെങ്കിലോ, മീൻസ് അതൊരു പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നതാണെങ്കിലോ, മോണിറ്ററി നോൺ മോണിറ്ററി എന്ന് തന്നെ തിരിക്കാം. മോണിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ആയിട്ട് വരുന്നത്, നോൺ മോണിറ്ററി ഇൻ കൈൻഡ് ആയിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അസറ്റ് കൺസെഷൻ റേറ്റ് കിട്ടി, അസറ്റ് ഫ്രീ ആയിട്ട് കിട്ടി, അതൊക്കെ നോൺ മോണിറ്ററി. മോണിറ്ററി ആണെങ്കിൽ അതൊരു പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതി കിട്ടിയതാണെങ്കിലോ ഷുഡ് ബി ക്രെഡിറ്റ് ടു ക്യാപിറ്റൽ റിസർവ്, അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് ടു ക്യാപിറ്റൽ റിസർവ് എൻട്രി എഴുതണം. അതൊരു ഫിക്സഡ് അസറ്റ് മേടിക്കാൻ വേണ്ടി കിട്ടിയതാണ്, അതൊരു ലാൻഡാണ്, നോൺ ഡിപ്രീഷ്യബിൾ അസറ്റ് ആണെങ്കിലോ ഒന്നെങ്കിൽ ബാങ്ക് ടു അസറ്റിൽ നിന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ ബാങ്ക് ടു ക്യാപിറ്റൽ റിസർവ് എഴുതാം. അതൊരു ഡിപ്രീഷ്യബിൾ ഫിക്സഡ് അസറ്റ് മേടിക്കാൻ വേണ്ടിയാണെങ്കിലോ, മിഷനറി ഫർണിച്ചർക്ക് മേടിക്കാൻ വേണ്ടിയാണെങ്കിലോ മേടിച്ചിട്ട് കിട്ടിയതാണെങ്കിലോ
ഒന്നെങ്കിൽ അസറ്റിന് വാല്യൂ എന്ന് കുറയ്ക്കുക, ബാങ്ക് ടു അസറ്റ്, അല്ലെങ്കിൽ ബാങ്ക് ടു DGG, ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക. എന്നിട്ടോ ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ് കാണിച്ചാൽ ഇതിനെങ്ങനെയാണ് ഡിപ്രീസിയേഷൻ അസറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേ പ്രൊപ്പോർഷൻ അത് P&L ഇൻകം ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇനി പണ്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്ത സർവീസസിനുള്ള റിവാർഡ് എന്നുള്ള രീതി കിട്ടിയതാണെങ്കിലോ P&L ഇൻകം ആയിട്ട് കാണിക്കുക. ഫ്യൂച്ചറിൽ എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നതാണെങ്കിലോ അത് ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂച്ചറിൽ ഇത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എങ്ങനെ എക്സ്പെൻസ് വരും ആ പ്രൊപ്പോർഷണലി ഇൻകം ആയിട്ട് കാണിക്കേണ്ടി വരും. ദെൻ ഒരു അസറ്റ് കൺസെഷൻ റേറ്റ് കിട്ടിയാലോ ഗ്രാൻഡിന് വേറെ എൻട്രി ഒന്നും വേണ്ട, കൺസെഷൻ കുറച്ച് എത്രയാണോ അസറ്റ് മേടിക്കാൻ വേണ്ടി കൊടുത്ത ആ എമൗണ്ടിൽ അസറ്റ് റെക്കോർഡ് ചെയ്യുക. ഇനി ഒരു അസറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടിയാലോ റെക്കോർഡ് ചെയ്യണം. ഒരു ചെറിയ നോമിനൽ വാല്യൂ, ഒരു ചെറിയ എമൗണ്ടിലെങ്കിലും അസറ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്യുക. ഇനി റീഫണ്ട് ഓഫ് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാലോ അതൊരു എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആയിട്ട് എടുക്കണം. റീഫണ്ട് ഓഫ് ഗ്രാൻഡ് വന്നിട്ടുണ്ടെങ്കിലോ നമ്മളത് എന്ത് ചെയ്യണം, റീഫണ്ട് ഓഫ് ഗ്രാൻഡ് നമ്മളതൊരു നേരെ ഓപ്പോസിറ്റ് എൻട്രി കിട്ടുമ്പോൾ ബാങ്ക് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് എഴുതിയെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ടു ബാങ്ക്, ബാങ്ക് ടു ഫിക്സഡ് അസറ്റ് എന്ന് എഴുതിയെങ്കിൽ ഫിക്സഡ് അസറ്റ് ടു ബാങ്ക്, ഓപ്പോസിറ്റ് എൻട്രി. ബാങ്ക് ടു DGG എന്ന് എഴുതിയെങ്കിൽ DGG അക്കൗണ്ട് ടു ബാങ്ക്. പക്ഷേ DGGയിലെ ബാലൻസ് DGG 10 lakh ഗ്രാൻഡ് കിട്ടിയായിരുന്നു, പക്ഷേ അതിൽ 4 lakh ഓൾറെഡി P&Lലേക്ക് ഇൻകം ആയിട്ട് നമ്മൾ മാറ്റി. ഇനി DGGയിലെ ബാലൻസ് 6 lakh ഉള്ളൂ. അപ്പോൾ 10 lakh റീഫണ്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്ത് ചെയ്യും, DGGയിൽ ഇപ്പോൾ 6 lakh ഉള്ളൂ, ബാലൻസ് 4 lakh P&L അക്കൗണ്ട് എറ്റർ. അപ്പോൾ DGG അക്കൗണ്ട് എറ്റർ 6 lakh, P&L അക്കൗണ്ട് എറ്റർ 4 lakh ടു ബാങ്ക്. അങ്ങനെ എൻട്രി എഴുതേണ്ടി വരും. ഇനി നോൺ മോണിറ്ററി ഗ്രാൻഡ് ആയിരുന്നെങ്കിലോ അസറ്റിൻ്റെ കോസ്റ്റിലേക്കല്ല അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്, ഗ്രാൻഡ് റീഫണ്ട് ചെയ്യുമ്പോൾ അസറ്റിൻ്റെ കോസ്റ്റിനോട് തന്നെ ആഡ് ചെയ്യുക, അസറ്റ് ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് എൻട്രി എഴുതുക. ദെൻ അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം. അത് മെയിൻലി ടാക്സസ് ഓൺ ഇൻകം എന്ന് പറഞ്ഞാൽ 2 ടാക്സ് അതിനകത്ത് വരുന്നത്, കറണ്ട് ടാക്സും ഡെഫേർഡ് ടാക്സും. കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പൊതുവെ അരവിന്ദ് സാർ പഠിപ്പിച്ച ടാക്സ്, ഡയറക്ട് ടാക്സ്, ഇൻകം ടാക്സ്. അത് ഇൻകം ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷൻ പ്രകാരം നമുക്ക് എത്ര ടാക്സ് അടയ്ക്കാനുണ്ടോ അതാണ് കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് P&L എക്സ്പെൻസ് കാണിക്കുന്നത്. അപ്പോൾ ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ടൈമിംഗ് ഡിഫറൻസ് കൊണ്ട് ഉണ്ടാകുന്ന നമുക്ക് ടാക്സ്, അതിന് പറയുന്ന പേരാണ് ഡെഫേർഡ് ടാക്സ്. ടൈമിംഗ് ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ടാക്സ് മീൻസ് ഇപ്പോൾ ഡിപ്രീസിയേഷൻ. അക്കൗണ്ടിങ് നമ്മൾ ഒറ്റയടിക്ക് ഡിപ്രീഷിയേറ്റ് ചെയ്യുക, പക്ഷേ ഇൻകം ടാക്സിൽ 4 വർഷം കൊണ്ടാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിലോ അക്കൗണ്ടിങ് നമ്മൾ ഒറ്റയടിക്ക് എക്സ്പെൻസ് എടുത്തു, ഇൻകം ടാക്സ് 4 വർഷം കൊണ്ട് എടുക്കും. അപ്പോൾ 4 വർഷം നോക്കുമ്പോൾ ഇതുകൊണ്ട് അക്കൗണ്ടിങ്ങിൽ ഇൻകം ടാക്സിബിൾ ഇൻകം നമ്മൾ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ 4 വർഷം കഴിയുമ്പോഴോ ടോട്ടൽ നോക്കുമ്പോൾ സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഡിഫറൻസ് 1 വർഷം ഒറിജിനേറ്റ് ചെയ്തു, പക്ഷേ അടുത്ത വർഷങ്ങളിൽ ഈ ഡിഫറൻസ് റിവേഴ്സ് ചെയ്യും. അങ്ങനെയുള്ള രീതിയിലുള്ള ഡിഫറൻസസിന് പറയുന്ന പേരാണ് ടൈമിംഗ് ഡിഫറൻസ്. ഈ ടൈമിംഗ് ഡിഫറൻസ് കൊണ്ട് ഞാൻ ഫ്യൂച്ചറിൽ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഫ്യൂച്ചറിൽ കൂടുതൽ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ടാക്സിബിൾ ഇൻകം ഇനി ഫ്യൂച്ചറിൽ കൂടുതൽ വരും കമ്പയർഡ് ടു അക്കൗണ്ടിങ് ഇൻകം. അങ്ങനെയാണെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ഞാനത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഡെഫേർഡ് ടാക്സ് ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഇനി ഫ്യൂച്ചറിൽ കുറച്ച് ടാക്സ് അടച്ചാൽ മതി, ടൈമിംഗ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണത് ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ. പിന്നെ അതിനകത്ത് ലോസ് വരുമ്പോൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ടാക്സ് ഹോളിഡേ പീരീഡിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാറ്റിൻ്റെ കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. എന്നതൊക്കെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ പ്രോബ്ലംസ് ഒന്ന് ചെയ്തിട്ട് പോകാം. ക്ലിയർ. ഈ ഡെഫേർഡ് ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷനാണ് അതിനകത്ത് മെയിൻലി കവർ ചെയ്യുന്നത്. ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റും അക്കൗണ്ടിങ്ങിൽ എടുക്കുന്ന ടാക്സ് എക്സ്പെൻസസും ഏകദേശം മാച്ചിങ് ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ. നമുക്ക് MCQs ഒന്ന് നോക്കിയാലോ. ഇനി ഇന്ത്യ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഗവേൺഡ് ബൈ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഗവേൺഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ കേട്ടോ. ദെൻ ഫുൾ ഫോം ഓഫ് ക്യാ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കേട്ടോ. അക്കൗണ്ടൻസി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇൻ ഇന്ത്യ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇൻക്ലൂഡിംഗ് സ്മോൾ ആൻഡ് മീഡിയം സൈസ് യൂണിറ്റ്സ് ആർ ഇഷ്യൂഡ് ബൈ ഡാഷ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഓഫ്. ദെൻ IRDA ഇഷ്യൂ സർക്കുലർ under dash which mandates ഇൻഷുറൻസ് കമ്പനി കംപ്ലൈ ഇന്ത്യസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ റോഡ് മാപ്പ് ഇറ്റ് ഇഷ്യൂഡ് ബൈ. അതൊക്കെ നമ്മൾ ഓപ്ഷൻ നോക്കി പഠിക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ MCQs കുറേ നോക്കിയിട്ട് പോകാം. സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഡിറ്റോ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 34 ഞാൻ ഫുൾ ഫോം ഓഫ് IFRS ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഞാൻ ലാസ്റ്റ് പോയിന്റ് പറയും, മാക്സിമം MCQs നോക്കിയിട്ട് പോവാം. കാരണം MCQs തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ ആദ്യം ഉള്ളത് MCQs. അത് തന്നെ കുറേ അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കറപ്പിച്ച് പോകാൻ വേണ്ടി പറ്റും. ക്ലിയർ. സോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു മണിക്കൂർ 1.5 മണിക്കൂറും കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളൊരു സിലബസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് റിവിഷൻ ഇതുപോലെ നമുക്കൊന്ന് സ്പീഡിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് സമ്മപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇനി എന്തെങ്കിലും ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് വിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് CMA മാത്രമേ എനിക്ക് എത്ര ധൈര്യത്തോടെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് MCQs 30 മാർക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി 70 മാർക്ക് 14 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ 7 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണം. പൊതുവെ എല്ലാവർക്കും പറ്റുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ അറിയത്തില്ല, ടെൻഷനായി, ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി. വേണ്ട, ഒരു പ്രശ്നമില്ല. MCQs തന്നെ നിങ്ങൾക്ക് ഒരു 10-20 മാർക്ക് എന്താണെങ്കിലും കിട്ടും. കാരണം അത് അത്രയ്ക്ക് എളുപ്പമാണ്. ബാക്കി ഒരു 20 മാർക്ക് 30 മാർക്ക് 40 മാർക്കിന് വേണ്ടിയോ ഒന്നും അറിയത്തില്ലെങ്കിലും 2 അറിയത്തില്ലെങ്കിലും ഒരു ടെൻഷൻ വേണ്ട. അറിയാവുന്നത് എഴുതി വെക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക. ഫുൾ അറിയത്തില്ല, പകുതി അറിയത്തുള്ളൂ ഒരു ക്വസ്റ്റ്യൻ, 2-3 അഡ്ജസ്റ്റ്മെൻറ്റ് അറിയത്തില്ല, അറിയാവുന്നത് എഴുതി വെക്കുക. കുറേ ആൾക്കാർ മണ്ടത്തരം കാണിക്കുന്നത് എന്താണെന്നറിയോ,
അറിയാവുന്നത് മാത്രം, ഫുൾ അറിയാവുന്നത് മാത്രമേ എഴുതും, അല്ലെങ്കിലോ ചെയ്യത്തില്ല. അറിയാവുന്നത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ CMA പാസ്സാവും. കാരണം പാസ്സാവാനുള്ള നോളജ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പഠിക്കാനേ നിങ്ങൾക്ക് പാടുള്ളൂ, എക്സാം നിങ്ങൾക്ക് അത്രയും ടഫല്ല. സോ ഇത്രയും ടോപ്പിക്കുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം കവർ ചെയ്തിട്ട് പോയാൽ അത്രയും നല്ലത്. ഇനിയൊന്നും കവർ ചെയ്തിട്ടില്ലെങ്കിൽ അതിനോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ബിക്കോസ് പാസ് മാർക്കിനുള്ളത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. ക്ലിയർ? MCQs വൃത്തിയായിട്ട് വായിച്ച് തന്നെ അറ്റൻഡ് ചെയ്യുക. സമയമെടുത്ത് ഒരുപാട് സമയം എടുക്കാതിരിക്കാൻ നോക്കുക. MCQ 30 മാർക്ക് ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി നോക്കുക. അതിനുള്ളിൽ പറ്റും. പിന്നെ ആൻസർ എഴുതി കഴിയുമ്പോൾ വീണ്ടും ഓപ്ഷൻ ഫുൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ആ ഓപ്ഷൻ നമ്പർ മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇപ്പം വേണമെങ്കിൽ ലാസ്റ്റ് അറ്റംപ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതിന് മുമ്പത്തെ അറ്റംപ്റ്റ് 2024 എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വൃത്തിയായിട്ട് കാണിക്കും. എക്സാമിന് കുറേ ഓപ്ഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. MCQs ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഞാനിതൊന്നും ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് പോകുന്നില്ല. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഇതുമാത്രം ചെയ്താൽ മതി. ഇതുപോലെ 1 നമ്പർ ഇട്ടിട്ട് ആ ഓപ്ഷൻ മാത്രം എഴുതി വെച്ചാൽ മതി. അല്ലാതെ ഫുൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇൻക്ലൂഡിങ് കോൺസ്റ്റൻസ് സഹിതം നമ്പർ മാത്രം പ്രോപ്പറായിട്ട് എഴുതി വെച്ചാൽ മതി. ഇങ്ങനെ ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 15 ക്വസ്റ്റ്യൻ 15 മിനിറ്റ് തീർക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. എന്നോർത്തുകൊണ്ട് സ്പീഡാക്കണം. 30 മിനിറ്റിനുള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി നോക്കുക. പിന്നെ നമുക്ക് എക്സാമിൻ്റെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ഏത് ക്വസ്റ്റ്യൻ ആദ്യം എഴുതണം, ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതും ഏറ്റവും എളുപ്പം തീരുമെന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് ഫസ്റ്റ് പോവാതിരിക്കുക. അതായത് 14 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ വലിയ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോവാതിരിക്കുക. ഇനി 1-2 ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അറിയാവുന്നത് എഴുതി വെക്കുക. അറിയത്തില്ലാത്തത് നിങ്ങൾക്ക് തോന്നുന്നു എഴുതിക്കുക. കാരണം നെഗറ്റീവ് മാർക്കില്ല. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ നിങ്ങളുടെ എക്സാമിന്? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അറിയാവുന്നത് എഴുതുക, ആദ്യം എഴുതുക. ഇനി അറിയത്തില്ല, എക്സാമിന് 2 മണിക്കൂർ കഴിക്കും, അറിയാവുന്നതെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും. നിങ്ങൾ ആ ചാപ്റ്റർ ക്ലാസ്സിൽ ഇരുന്നതല്ലേ, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു എഴുതി വെച്ചു. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ല. അതിൽ നിന്ന് 1-2 മാർക്ക് കിട്ടിയാൽ അതും ബോണസാണ്. അതുകൊണ്ട് 3 മണിക്കൂർ എഫക്റ്റീവായിട്ട് തന്നെ എക്സാംസ് എഴുതുക. എക്സാമിന് പിന്നെ ആദ്യത്തെ എക്സാം കഴിഞ്ഞതുകൊണ്ട് പൊതുവേ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. റോൾ നമ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ എഴുതുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. റോൾ നമ്പർ കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. CMA എക്സാമിന് അക്കൗണ്ട്സിന് കാൽക്കുലേറ്റർ ഇല്ലാതെ പോയാൽ നല്ല രസമായിരിക്കും. കാൽക്കുലേറ്റർ ബാഗിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എക്സാമിന് ഇറങ്ങുന്നതിന് മുമ്പ് ഇനി 2 കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഒരെണ്ണം പെർമനൻ്റ് അവിടെ ഇരുന്നോട്ടെ. 2 ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് ഒരെണ്ണം പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് ഒരെണ്ണം അവരെ എന്നും സൂക്ഷിച്ച് വെച്ചോ. ഇല്ലെങ്കിൽ അവസാനം ടെൻഷന് വേണ്ട. പിന്നെ ഇച്ചിരി നേരത്തേക്ക് പോകുന്നത് പോലെ പോവുക. ലാസ്റ്റ് മൂവ്മെൻറ്റിൽ കറക്റ്റ് സമയത്ത് അവിടെ എത്താവുന്ന രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യരുത്. പിന്നെ നമുക്ക് 9 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കാനേ പാടുള്ളൂ. എക്സാം അതിൽ എളുപ്പമാണ് എന്ന് പറയാം. എക്സാമിന് സ്റ്റഡി മെറ്റീരിയൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ അവർ ചോദിക്കുന്നത്. ബാക്കി എളുപ്പമുള്ളതായിരിക്കും. 7 ക്വസ്റ്റൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് 5 എണ്ണം പിക്ക് ചെയ്താൽ മതി. ആ 5 എണ്ണം നമുക്ക് അറിയാവുന്ന ക്വസ്റ്റൻസ് ഉണ്ടാവും. അതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക. അൺനെസസറി ആയിട്ട് ടെൻഷൻ അടിച്ച് സ്റ്റക്ക് ആവരുത്. പിന്നെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു 80, 90, 100 പറ്റുവാണെങ്കിൽ 100 മാർക്കും തന്നെ അറ്റൻഡ് ചെയ്യുക. 100 കൂടുതൽ അറ്റൻഡ് ചെയ്യണം കേട്ടോ. 7 ക്വസ്റ്റനിൽ 7 അറ്റൻഡ് ചെയ്ത് വെറുതെ സ്കില്ല് കാണിക്കാൻ വേണ്ടി പോകണ്ട. 5 എണ്ണം അറ്റൻഡ് ചെയ്യുക. വൃത്തിയായിട്ടത് ചെയ്യുക. പിന്നെ വരച്ച് ചെയ്യാനുള്ള സമയം കിട്ടും. വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഒരു ജേണൽ വരയ്ക്കാൻ വേണ്ടി നിൽക്കുവാണെങ്കിലോ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ സമയം അൺനെസസറി ആയിട്ട് പോകുന്നത് ഈ വരയുടെ കാര്യത്തിലാണ്. ഒരു ജേണൽ ഫോർമാറ്റ് വരച്ച് വെച്ചു, എത്ര മാർക്ക് കിട്ടും? ഒന്നും കിട്ടത്തില്ല. അതിനകത്തൊരു എൻട്രി എഴുതിയാൽ ആ മാർക്ക് കിട്ടുള്ളൂ. ഇനി സമയം കുറവാണെങ്കിൽ വരയൊക്കെ മാറ്റിയിട്ട് എൻട്രി അങ്ങ് എഴുതുക. എൻട്രി എഴുതുമ്പോൾ എമൗണ്ട് ഒരു ഓർഡറിൽ കിടക്കണം. അതിനുവേണ്ടി ജേണൽ വരയ്ക്കുമ്പോൾ 3 വര മതി. ജേണൽ പിന്നെ LFന് വേറെ വരയൊന്നും വേണ്ട. ജേണൽ 2 എമൗണ്ടിന് മുമ്പ് വര. അതായത് 3 വര മതി ഒരു ജേണൽ വരയ്ക്കാൻ. ഇനി ലെഡ്ജർ വരയ്ക്കാനാണെങ്കിലോ ഡേറ്റ് കഴിയുമ്പോൾ ഒരു വര, പർട്ടിക്കുലേഴ്സ് കഴിയുമ്പോൾ ഒരു വര, എമൗണ്ട് കഴിയുമ്പോൾ ഒരു വര, പിന്നെ ഡേറ്റ് കഴിയുമ്പോൾ ഒരു വര, പർട്ടിക്കുലേഴ്സ് കഴിയുമ്പോൾ ഒരു വര, പിന്നെ അടുത്ത എമൗണ്ട് കൊണ്ട് തീരും. 5 വര മതി ലെഡ്ജർ വരയ്ക്കാൻ. താഴേക്കുള്ള വരകൾ മാത്രം മതി. ക്രോസ് വരകളൊന്നും വേണ്ട. സൈഡിൽ മാർജിൻ വേണ്ട. ക്ലോസ് ചെയ്യാനുള്ള വര വേണ്ട. ഇനി ക്രോസ് താഴെ അങ്ങനെയുള്ള വരകൾ വേണ്ട. വരകൾ കുറേ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കുറേ സമയം നിങ്ങൾക്ക് എക്സ്ട്രാ ലാഭിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? അപ്പോൾ എനിക്ക് തരാനുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. വരയുടെ കാര്യത്തിൽ അൺനെസസറി ആയിട്ട് നിങ്ങൾ സമയം കളയാതിരിക്കുക. മാക്സിമം അറ്റൻഡ് ചെയ്യുക. എക്സാം എളുപ്പമായിരിക്കും. MCQs കഴിഞ്ഞ എക്സാമിലൊക്കെ MCQs വളരെ സിമ്പിളായിരുന്നു. കൂടുതലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നൊക്കെയാണ് MCQs കൂടുതൽ ചോദിച്ച് കണ്ടേക്കുന്നത്. ക്ലിയർ? ഇനി എല്ലാത്തിൽ നിന്നും വരാം MCQs. ആദ്യം 30 മാർക്ക്. ആ 30ഉം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒന്ന് നോക്കിയിട്ട് പോയാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. എക്സാം ഡിസംബറിലെ ക്വസ്റ്റ്യൻ MCQs ഒരുപാട് കോംപ്ലിക്കേഷൻ ആക്കാറില്ല. ഇനി 1-2 MCQs അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ടെൻഷൻ വേണ്ട. അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും എഴുതണം കേട്ടോ. അവസാനം ഒരു MCQs എഴുതാതെ പോകുന്നു. നെഗറ്റീവ് മാർക്കില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. എല്ലാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ ക്വസ്റ്റനും MCQ എല്ലാം ആദ്യം തന്നെ എഴുതുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അറിയത്തില്ലെങ്കിലും ഒരെണ്ണം കറക്കി കുത്തി എഴുതിക്കും. ക്ലിയർ? അറിയാമെങ്കിലും അറിയത്തില്ലല്ലോ എഴുതണം. അതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പറയുന്നത്. പിന്നെ ആദ്യത്തെ 15 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളൊന്ന് വായിച്ച് MCQs ഒക്കെ
കിട്ടുന്ന രീതിയിൽ ഓക്കെ ആവുക. ഇനി 1-2 ക്വസ്റ്റൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 2 ക്വസ്റ്റൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ 100 മാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം 2 ക്വസ്റ്റൻ നമുക്ക് ഓപ്ഷൻ ഇടാനുള്ള റൈറ്റ് ഉണ്ട്. ചിലർ അതിനോർത്ത് ടെൻഷൻ അടിക്കും. അറിയാവുന്നത് എഴുതി വെക്കുക. പിന്നെ എക്സാം ഒരു പരിധി വിട്ട് ഇതുവരെ ടഫാക്കിയിട്ടില്ല. ഇനി ടഫാക്കിയാലും 2-3 ക്വസ്റ്റൻസേ ടഫ് ഉണ്ടാവുള്ളൂ. ബാക്കി എഴുതിയാലും നിങ്ങൾക്ക് 100 വേണ്ടല്ലോ. പിന്നെ എൻ്റെ ഒരു ഓഫറുണ്ട്. 90 above ഒക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വക ട്രീറ്റ് ഉണ്ടാവും. പക്ഷെ അത് എളുപ്പമാണ് സെയിം വേയിൽ. ക്ലിയർ? അപ്പം ഇതൊരു സ്കോറിംഗ് പേപ്പറാണ്, ജസ്റ്റ് പാസ്സാവേണ്ട പേപ്പറല്ല. അഗ്രിഗേറ്റിലേക്ക് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു പേപ്പറാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പിന്നെ ഹോൾ ടിക്കറ്റ്, കാൽക്കുലേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാൽക്കുലേറ്റർ വർക്കിംഗ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ക്ലിയർ? ആദ്യം ഏത് അറ്റൻഡ് ചെയ്യണം? MCQs തന്നെ അറ്റൻഡ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള എത്ര ക്വസ്റ്റ്യൻ? 7 ക്വസ്റ്റ്യൻ 5 പിക്ക് ചെയ്താൽ മതി. അതിലേത് പിക്ക് ചെയ്യും? ഇപ്പം പൊതുവെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പേപ്പറിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടോ, ക്ലാരിറ്റി കുറവായതുകൊണ്ട്. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? MCQ ആയിരിക്കും. പിന്നെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പൊതുവെ ഒരു 2 Aയും Bയും പാർട്ടൊക്കെ കാണാറുണ്ട്. അതിപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേണമല്ലോ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ Aയും Bയും പാർട്ട് പൊതുവെ കാണാറുണ്ട്. ഈ 4th ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഒരു 15 മാർക്കിൻ്റെ 14 മാർക്കിൻ്റെ വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്ലിയർ? ഇതിൽ പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ അതൊരു ASൻ്റെ പ്രോബ്ലം ആയിരിക്കും. 7th ക്വസ്റ്റ്യൻ പൊതുവെ AS ആയിരിക്കും. 8th ക്വസ്റ്റ്യൻ പൊതുവെ തിയറി പ്ലസ് ചിലപ്പോൾ ഒരു AS ആയിരിക്കും ചോദിക്കുന്നത്. പൊതുവെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന എല്ലാ അറ്റംപ്റ്റിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ MCQ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു 7 മാർക്സിൻ്റെ പ്രോബ്ലം, തേർഡ് ക്വസ്റ്റ്യൻ ഒരു 7 മാർക്സിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ക്ലിയർ? അതൊന്നെങ്കിൽ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ബേസിസിലായിരിക്കും പൊതുവെ ചോദിക്കുന്നത്. ക്ലിയർ? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ സെക്കൻഡ് ചാപ്റ്റർ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെൻറ്റ്, അതിൽ നിന്നൊക്കെയുള്ള പ്രോബ്ലം, ലീസിൻ്റെ ഒക്കെ പ്രോബ്ലംസും ആയിരിക്കും. പിന്നെ ബാക്കി 4th ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യൻ ഒക്കെ പൊതുവെ 14 മാർക്കിൻ്റെ വലിയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, 4th 5th. പിന്നെ 6th ക്വസ്റ്റ്യൻ Aയും Bയും പാർട്ട് കാണും. 7th ക്വസ്റ്റ്യൻ പൊതുവെ തിയറി പ്ലസ് AS ആയിരിക്കും ചോദിക്കുന്നത്. 8th ക്വസ്റ്റ്യൻ കൂടുതലും തിയറീസും പ്ലസ് വേറെ എന്തെങ്കിലുമൊക്കെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഏതാണോ, ഏറ്റവും സ്പീഡിൽ തീരുമെന്ന് ഉറപ്പുള്ളത് ഏതാണോ അതെടുത്ത് ആദ്യം അറ്റൻഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ടൈം മാനേജ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. എക്സാമിന് ആദ്യത്തെ 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ MCQ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും അതങ്ങ് കറപ്പിച്ച് വെച്ചോ, എഴുതി വെച്ചാൽ മതി. ഇനി MCQ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ MCQ എഴുതുമ്പോൾ 1 എഴുതുക. പിന്നെ 1 ഇനി ഇതിൽ A ആണോ B ആണോ C ആണോ അത് മാത്രം എഴുതിയാൽ മതി. B ആണ് ഇതിന് ആൻസറെങ്കിലോ ഇത് ഫുള്ള് പിന്നെയും കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. B എന്നുള്ള നമ്പർ വൃത്തിയായിട്ട് എഴുതി വെച്ചാൽ മതി. ചിലരൊന്നും ചെയ്യാറുണ്ട്, ഫുള്ള് ഇതുകൂടെ എഴുതി വെറുതെ സമയം കളയാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം 1 2 ആണെങ്കിൽ 2, A ആണെങ്കിൽ A എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അല്ലാതെ ഓപ്ഷൻ സഹിതം പിന്നെ എടുത്ത് എഴുതേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ? 30 മിനിറ്റിൽ MCQs തീരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ടൈം നോക്കിക്കോ. അപ്പം 2 മണിക്ക് എക്സാം തുടങ്ങുകയാണെങ്കിൽ 2:30 ആകുമ്പോൾ MCQs എല്ലാം എഴുതിയിട്ടുണ്ട്, 15 അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ പിന്നെയുള്ളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറും കൊണ്ട് ബാക്കിയുള്ള 7 ക്വസ്റ്റ്യനിൽ 5 നമ്മൾ അറ്റൻഡ് ചെയ്ത് അതിൽ 2.5 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ തീർത്തിട്ടുണ്ടാവുമെന്ന് ഉറപ്പ് വരുത്തുക. ഒരു ക്വസ്റ്റ്യൻ്റെ ടൈം എപ്പോഴാണ്? ആദ്യത്തെ ഒരു പോട്ടെ എക്സാം 3 മണിക്കൂറാണ്, അതിലൊരു 30 മിനിറ്റ് നമ്മൾ MCQന് മാറ്റി. ബാക്കി എത്ര? 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 150 മിനിറ്റ്. 150 മിനിറ്റ് കൊണ്ട് നമ്മൾ 5 ക്വസ്റ്റ്യൻ 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 70 ഡിവൈഡ് ബൈ 150, 150 ഡിവൈഡ് ബൈ 70, 2 മിനിറ്റ് സംതിങ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഒരു 14 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ തീർക്കാം. അതിലത്തെ MCQs ഒരു ഹാഫ് ആൻ അവറിൽ തീർത്തിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് തീർത്ത അത്രയും ബോണസ്. നിർത്തോണ്ട് തിടുക്കം കാണിക്കരുത്. MCQs 100% കറക്റ്റ് ആയിരിക്കണം. ഒരു മാർക്കിൻ്റെ 2 മിനിറ്റ് എന്നുള്ള രീതി ബാക്കിയുള്ളതിന് വെയിറ്റേജ് അലൈൻ ചെയ്യുക. അപ്പോൾ ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് 14 മിനിറ്റിനുള്ളിൽ 14-15 മിനിറ്റിനുള്ളിൽ തീരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആ രീതി ചെയ്തു പോരുക കേട്ടോ. പിന്നെ ആദ്യത്തെ ചിലപ്പോൾ ഒരു 4 മണി ആയി കഴിയുമ്പോൾ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, ഇനി 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട ടെൻഷൻ വേണ്ട. പൊതുവെ അങ്ങനെ ആയിരിക്കും. ലാസ്റ്റത്തെ സ്പീഡ്, തുടക്കത്തിൽ നമുക്കൊരു സ്പീഡ് കുറവായിരിക്കും, ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഒരു സിനിമയൊക്കെ പോകുന്നത്, ആ രീതിയിലേ നമ്മൾ പോകുള്ളൂ. അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കേണ്ട. എത്ര എഴുതി വെച്ചിട്ടുണ്ടോ അത്രയും നല്ലതായിരിക്കും. പിന്നെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും എടുത്ത് നോക്കുന്ന പരിപാടി വേണ്ട. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് നമുക്കിനി തിരുത്താൻ പറ്റില്ലല്ലോ. അത് അവർ വാല്യുവേഷനാണ് നമ്മൾ ചെയ്യേണ്ട. അടുത്ത എക്സാമിന് എത്രയും പെട്ടെന്ന് നോക്കുക. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് എക്സാംസ് എഴുതുക. എക്സാംസ് എളുപ്പമായിരിക്കും. നിങ്ങളായിട്ട് അവിടെ ചെന്ന് ആ 3 മണിക്കൂറാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സാം റിസൾട്ട് വരണമെങ്കിലോ ഒന്ന് പ്രിപ്പറേഷൻ നന്നായിരിക്കണം, അതിനേക്കാൾ ഉപരി ആ 3 മണിക്കൂർ നന്നായിരിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനയും നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും. നിങ്ങളിട്ട എഫോർട്ടിൻ്റെ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ അനാവശ്യമായിട്ട് ഒരു ടെൻഷനും വേണ്ട.
എക്സാം എളുപ്പമായിരിക്കും. ഇനി ഒരു MCQ 2 MCQ അറിയത്തില്ല, 2 ക്വസ്റ്റൻ അറിയത്തില്ല, ടെൻഷൻ ആവാൻ പോകണ്ട. അറിയാവുന്നത് എഴുതി വെക്കുക. നിങ്ങൾക്ക് പാസ്സാവാൻ അത് മതി. ക്ലിയർ? എല്ലാവിധ പ്രാർത്ഥന അനുഗ്രഹങ്ങളും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അടിച്ചു പൊളിച്ച് എക്സാംസ് എഴുതുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ക്ലിയർ? ഇത്രയൊക്കെ നമുക്ക് സൈഡിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പാസ്സായിട്ട് നമുക്കൊരു ഫെലിസിറ്റേഷൻ പ്രോഗ്രാം വെക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇനി പാസ്സായിട്ട് ഇൻ്ററൊക്കെ തീർത്ത് ഫൈനലൊക്കെ തീർത്ത് ഒരു പ്രൊഫഷണലായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ടാറ്റ, ബൈ ബൈ. പാസ്സായിട്ട് വാ, പോയി വിജയിച്ചു വാ.